4 മാസം 4 സിനിമ മാസം ഓടി. അപ്പോൾ ഓണമൊക്കെ കവർ ചെയ്ത് പോയി. കവർ ചെയ്ത് പോയി. അപ്പോൾ ഓണപ്പടങ്ങളെയും ശരിക്കും പറഞ്ഞാൽ കമ്പീറ്റ് ചെയ്തുകൊണ്ട് കിരീടം വിജയിച്ചു എന്നുള്ള ഒന്നുമില്ല. അന്ന് മോഹൻലാൽ രംഗത്തില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന ബാക്കിയൻ രംഗത്തില്ല, ഡയറക്ടർ ഒന്നുമില്ല. കഥ പുള്ളിയുടെ ഒരു ത്രെഡ് പുള്ളി പറഞ്ഞിട്ടുണ്ട്, പുള്ളിയുടെ നാട്ടിൽ നടന്നൊരു സംഭവമായിട്ട്. അതൊന്ന് കേട്ട് നോക്കുക, അതെനിക്ക് തോന്നുന്നു നല്ല സാധനമായിരിക്കും എന്ന് സിബിക്ക് ഒരു കോൺഫിഡൻസ് ഉള്ള ഒരു സബ്ജക്റ്റായിരുന്നത്. അങ്ങനെയാണ് ലോഹിദാസ് ഇവിടെ ട്രിവാൻഡ്രത്ത് ഞങ്ങളെ കാണാൻ വേണ്ടി വരികയും ഹോട്ടൽ അമൃതയിലിരുന്ന് ഞാനും ഉണ്ണിയും കൂടെ ഇരുന്ന് ഈ കഥ കേൾക്കുന്നു. പ്രിയദർശൻ, വേണുനാഗവള്ളി അല്ലെങ്കിൽ സിബി മലയിൽ, ഈ 3 പേരുടെ പേരാണ് ഞങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് ആരായാലും കുഴപ്പമില്ല, കാരണം പുള്ളിയെ സംബന്ധിച്ച് പുള്ളി അങ്ങനൊരു വ്യക്തിയാണ്. പുള്ളി പറഞ്ഞു ഓക്കെ 3 പേരും ഓക്കെ, നിങ്ങൾ ഡിസൈഡ് ചെയ്തോ. അങ്ങനെയാണ് ആ ഒരു 1 ലൈനിൽ തന്നെ എല്ലാവരും ഫ്ലാറ്റായി. കാരണം ഇതിനകത്ത് കഥയുണ്ട്, ഇതിനകത്ത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു എലിമെൻ്റ് ഉണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ കിരീടത്തിൻ്റെ ഒരു ഇതിനകത്ത് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു മേജർ ഭാഗം, എത്ര പെർസെൻറ്റേജ് ഒന്നും ഞാൻ പറയുന്നില്ല, മേജർ ഭാഗം ട്രിവാൻഡ്രം സിറ്റിക്കകത്താണ്. ഇത് എത്ര പേർക്കറിയാം? കീരിക്കാടൻ ജോസിനെ എപ്പോഴാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? തുടക്കം മുതലേ കീരിക്കാടൻ ജോസ് എന്ന് പറയുന്നു. പക്ഷേ കീരിക്കാടൻ ജോസ് ആണെന്ന തോന്നൽ വരുത്താൻ വേണ്ടി നമ്മൾ ആദ്യം വിചാരിക്കുന്നത് എന്താണ്, ആ ജോണി വരുമ്പോൾ ജോണിയാണ് കീരിക്കാടൻ വിചാരിച്ചു. അങ്ങനെയാണ് ആ സ്ക്രിപ്റ്റ് പോയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു കാരണത്തിൽ ഇരുന്നിട്ട് പുള്ളി ഒരു ചെറിയ ബാക്കിലോട്ടൊരു നോട്ടമുണ്ട്. അവിടെ കുറച്ച് ശ്രദ്ധിക്കുന്നവർക്ക് മനസ്സിലാവും ഇയാളല്ല എന്ന് അവിടെ വേണമെങ്കിൽ ചിന്തിക്കാം. എന്നല്ലാതെ ഇയാൾ വന്നതിന് മുമ്പ് അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ട്, എല്ലാം അപ്പോൾ ഇയാൾ തന്നെയാണ് കിരിക്കണം എന്നാണ് എല്ലാവരും വിചാരം. ആ സമയത്താണ് ഈ മറ്റേ ഫൈറ്റ് നടക്കുമ്പോഴേക്കും ഇൻ്റർവെൽ പഞ്ചിന് മുമ്പായിട്ട് വന്ന് ഒരു ചവിട്ടി ഔട്ടുന്നതും ക്യാമറ കാണിക്കുമ്പോഴേക്കും ഇതാണ് കീരിക്കാടൻ ജോസ്. നമസ്കാരം, കൂടിക്കാഴ്ചയിലേക്ക് സ്വാഗതം. ഇന്ന് കൂടിക്കാഴ്ചയിൽ തത്വമയുടെ സ്റ്റുഡിയോയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീ ദിനേശ് പണിക്കരാണ്. നടൻ, അതുപോലെ പ്രൊഡ്യൂസർ എന്നുള്ള നിലയിലൊക്കെ ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും ഒരുപോലെ സുപരിചിതനായ വ്യക്തിത്വമാണ്. ഇന്ന് അദ്ദേഹം ഇവിടെ എത്തുമ്പോൾ ഒരു ചരിത്ര മുഹൂർത്തത്തിനും കൂടി സാക്ഷ്യം വഹിക്കുകയാണ് നമ്മൾ. 1989 ജൂലൈ 7 റിലീസായ കിരീടം 37 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ജൂലൈയിൽ പ്രദർശനത്തിനെത്തുമ്പോൾ അതിൻ്റെ വിജയത്തിളക്കം കൂടി നുകർന്നുകൊണ്ടാണ് അദ്ദേഹം ഇന്നിപ്പോൾ നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത്. ദിനേശ് ഈ പറഞ്ഞതുപോലെ ആദ്യ പ്രദർശനം കഴിഞ്ഞിരിക്കുന്നു. ഗംഭീര റിപ്പോർട്ടുകളാണ് എല്ലാ സ്ഥലത്തു നിന്നും വരുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് 80ഓളം കേന്ദ്രങ്ങളിലാണ് പ്രദർശനത്തിൽ എത്തിയിരിക്കുന്നത്. ഈ 80 കേന്ദ്രങ്ങളിലും വലിയ റെസ്പോൺസാണ്. കാര്യം ഇത് അഭിപ്രായം പറയുന്നത് ജെൻസി ഇപ്പോഴത്തെ തലമുറയിൽപ്പെട്ട പിള്ളേരാണ്, പഴയ കുട്ടികളല്ല. അവർ ആദ്യമായിട്ടൊരു ക്ലാസിക് കാണുകയാണ്. അവരുടെ സമയത്ത് ഉള്ള ഇപ്പോഴത്തെ സിനിമയല്ല, വർഷങ്ങൾക്ക് മുമ്പ് ലെജൻസ് എല്ലാവരും കൂടി ചേർന്ന് സൃഷ്ടിച്ച ഒരു വലിയ ചിത്രം. ആ ഒരു വലിയ ചിത്രത്തിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ വെറും ഭാഗമല്ല, അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അങ്ങ്. ഇരട്ട നിർമ്മാതാക്കൾ അതിൽ ഒരാളായി വരുന്നു. എങ്ങനെയാണ് ഈ കിരീടം എന്നുള്ള സിനിമ സംഭവിക്കുന്നത്? നമുക്ക് ബാക്കി കാര്യങ്ങൾ പിന്നെ ചർച്ച ചെയ്യാം. ആദ്യം ഞാൻ ദൈവത്തിനോട് നന്ദി പറയുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 37 വർഷത്തിന് ശേഷം ഒരു സിനിമ വീണ്ടും തിയേറ്ററിൽ എത്തിക്കുക എന്ന് പറയുന്നത് എത്ര പേർക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഭാഗ്യം സിദ്ധിച്ച ഒരാളായിട്ട് ഞാൻ സ്വയം വിലയിരുത്തുന്നു. അതൊന്ന്. ഇത് 37 വർഷം കഴിഞ്ഞ് ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിനകത്തെ മെയിനായിട്ടുള്ള ആൾക്കാർ, ശരിക്കും പറഞ്ഞാൽ അതിനകത്തൊരു കാതലായ ഭാഗം ചെയ്ത കുറേ ആർട്ടിസ്റ്റുകൾ 17 പേരില്ല. 17 പേര് നമ്മൾ വിട്ടുപിരിഞ്ഞു പോയപ്പോഴും ഇപ്പോഴും ഉണ്ട് നമ്മുടെ അതിന് നായകനായ മോഹൻലാൽ. ഇന്നും അതേ സൂപ്പർ സ്റ്റാർ പദവി അല്ലെങ്കിൽ കുറച്ചുകൂടെ വലിയ പദവിയിലോട്ട് മോഹൻലാൽ എത്തി നിൽക്കുന്നു. പിന്നെ സിബി വലയിലുണ്ട്. നമ്മൾ വിട്ടുപോയ ലോഹിദാസ്, ഓഫ് കോഴ്സ്. നമ്മൾ ഇവരെയൊക്കെ ആദ്യം ഓർത്തുകൊണ്ട് വേണം ഈ ഇൻ്റർവ്യൂ തുടങ്ങാനെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഓഫ് കോഴ്സ് എൻ്റെ കിരീടത്തിലെ പാർട്ട്ണറായ കിരീടം ഉണ്ണി എന്നറിയപ്പെടുന്ന കൃഷ്ണകുമാർ, അദ്ദേഹമുണ്ട്. എന്തായാലും ഇതൊരു പഴയ ചരിത്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ ശരിക്കും പറഞ്ഞില്ല, അന്നത്തെ കാലത്ത് 1980s കഥയാണ് ഞാൻ പറയുന്നത്. അന്ന് എനിക്ക് കെൽട്രോണിലൊരു ജോബ് ഉണ്ടായിരുന്നു. കെൽട്രോണിൽ ഞാൻ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായിട്ട് ജോലി ചെയ്യുന്നു. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ എനിക്ക് അന്നത്തെ കാലത്ത് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല, ഈ ഒരു വീഡിയോ സെൻറ്റർ എന്നൊരു പ്രസക്തി നമ്മുടെ കേരളത്തിൽ കൊണ്ടുവന്നത് ഞാനായിരുന്നു. അങ്ങനെ ഒരു ഐഡിയ തോന്നുകയും ഒരു വീഡിയോ ലൈബ്രറി, കുറേ വീഡിയോ കാസറ്റ് വാടകയ്ക്ക് എടുക്കുക, അത് 10 രൂപയ്ക്ക് വാടകയ്ക്ക് കൊടുക്കുക. കാരണം അന്നത്തെ തുടക്കമാണത്. അതൊരു ഐഡിയ തോന്നിയതും പലരും എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനത് തുടങ്ങിയത് ഒരു ബാർബർ ഷോപ്പ്, ശരിക്കും ചെറിയൊരു കടയായിരുന്നു, 180 സ്ക്വയർ ഫീറ്റുള്ളൊരു ബാർബർ ഷോപ്പ് എടുത്തിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു ബാർബർ ഷോപ്പിലാണ് തുടങ്ങാൻ പോകുന്നത്. മിക്കവാറും
ഈ മുടക്കിയ കാശ് മുഴുവൻ കളഞ്ഞിട്ട് ഈ പണിക്ക് പോകേണ്ടി വരുന്നതൊക്കെ തമാശ കൂട്ടി പറഞ്ഞവരുണ്ട്. അതായത് തിയേറ്ററുകളിൽ പോയി കാണുന്ന സിനിമ വീടുകളിൽ ഇരുന്ന് ഒന്നുകൂടി ഗൃഹാന്തരീക്ഷത്തിൽ കാണുക അത് എന്നുള്ളത്. അതിന്റെ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് ഗൾഫിലുള്ള ആൾക്കാർക്ക് മാത്രമേ ഈ ഒരു വീഡിയോ VCP മറ്റേ VCR ഒക്കെ കാരണം ഭയങ്കര വീട്ടിലുള്ളൂ. കോസ്റ്റ്ലി ആണ്. അതെ, അതെ. അന്നത്തെ കാലത്ത് ഒരു 1,00,000 രൂപയ്ക്കാണ് അല്ല, അന്ന് ഗൾഫിൽ നിന്ന് വരുന്ന ആളുടെ കയ്യിലൊരു VCP ഉണ്ടാകുക എന്ന് VCR എന്ന് പറയുന്നത്. പറഞ്ഞാൽ അത് അവരിലുണ്ടാവും. കൂടെ 2 കാസറ്റ്. അതെ, അതെ, ഈ 2 കാസറ്റുകൾ അത് കൂടുതലില്ല. അതെ. ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? അത് മിക്കപ്പോഴും ഇംഗ്ലീഷ് ഫിലിംസ് ആയിരിക്കും. ഇവിടെ ഇംഗ്ലീഷ് നമ്മുടെ ഫിലിം, ചിലപ്പോൾ മലയാളം ഫിലിംസ് ഫിലിം ആകാം. അന്നത്തെ കാലത്ത് തോംസൺ ഉണ്ട്, റഫ. ഈ 2 പേരും മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ ഈ 2 ബിസിനസ്സിന് സ്കോപ്പ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ വീഡിയോ കാസറ്റ് ലൈബ്രറി തുടങ്ങുക. രണ്ടാമത്തെ കാര്യം ഒരു 2-3 വർഷം കഴിഞ്ഞപ്പോഴേക്കും കോപ്പിറൈറ്റ് ബിസിനസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഒരു 83-ൽ ഞാൻ വീഡിയോ ലൈബ്രറി ആദ്യം തുടങ്ങി. ബ്രാൻഡ് നെയിമിലാണോ? അത് ചാനൽ 12 എന്നൊരു പേര്. ചാനൽ 12. കാരണം അന്ന് നമ്മുടെ വീഡിയോസ് എല്ലാം കണ്ടിരുന്നത് ചാനൽ 12-ലായിരുന്നു. അതുകൊണ്ടാണ് ചാനൽ 12 എന്നൊരു പേരിട്ടത്. ടിവിയിലെ ട്യൂണർ വെച്ച് ട്യൂൺ ചെയ്ത് 12-ലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ മോഡ് കിട്ടും. അപ്പോൾ അങ്ങനെ ഞാനത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഒരു 2 വർഷം കഴിഞ്ഞില്ല, അത് ഭയങ്കര സക്സസ്ഫുള്ളായപ്പോൾ കരമനയിൽ, ഇത് ആദ്യം തുടങ്ങിയത് വെള്ളയമ്പലത്താണ്. പിന്നെ ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ കരമനയിൽ അടുത്ത ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്തു. ഇത് കഴിഞ്ഞപ്പോഴേക്കും ഇമ്മീഡിയറ്റ്ലി അടുത്ത് തന്നെ വെയിറ്റ് ചെയ്തില്ല, കോപ്പിറൈറ്റ് ബിസിനസ്സിലേക്ക് ഒരു എപ്പോഴും കൺഫ്യൂഷനായി പോകുന്നത് 87-ൽ ഞാനിത് സ്റ്റാർട്ട് ചെയ്തു, കോപ്പിറൈറ്റ് ബിസിനസ്. അതെൻ്റെ മകൻ അപ്പോഴേക്കും ജനിച്ചിരുന്നു. അവൻ്റെ രോഹിത്തിൻ്റെ പേരിൽ തന്നെ ആണിത് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ എൻ്റെ ലൈഫ് നന്നായി പോയിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ കൂടെ തന്നെ ഈ പറഞ്ഞ ജോലിയും, കെൽട്രോണിൽ ജോലി എന്ന് പറയുന്നത് സർക്കാർ ജോലിയാണ്, അങ്ങനെ ചില്ലറ കളിയല്ല. അപ്പോൾ ആ ഒരു സംഭവം കൂടി ചേർത്ത് ടോട്ടലി ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഒരു സിനിമയെ പറ്റിയുള്ള ചിന്ത പലയിടത്തുനിന്നും ഒരു ഇങ്ങനെ ഹിൻഡ് കിട്ടി തുടങ്ങി. വൈ ഡോണ്ട് യു പ്രൊഡ്യൂസ് എ ഫിലിം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു ഇത് വന്നു. മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ഇവരൊക്കെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ സുഹൃത്തുക്കളാണ്. അപ്പോൾ ആ ഒരു നിലയിൽ ഒന്ന് ആലോചിക്കാം എന്ന് മനസ്സിലുണ്ടെങ്കിലും സിനിമ റിസ്ക്കിയാണെന്ന് എനിക്കറിയാം. ഇതിനിടയിലാണ് നമ്മുടെ കിരീടം ഉണ്ണി എന്നറിയപ്പെടുന്ന കൃഷ്ണകുമാറിൻ്റെ സുഹൃത്താണ് പുള്ളി ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നത് 86-87 കാലഘട്ടത്തിലാണ്. പുള്ളി കെൽട്രോണിൽ ഞാൻ ജോലി ചെയ്യുന്ന പ്രസ്ഥാനത്തിൽ ഇടയ്ക്കിടയ്ക്ക് വരികയായിരുന്നു. അവിടെ വരുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കമ്പനി സ്റ്റെബിലൈസർ ഞങ്ങൾക്ക് കെൽട്രോണിന് സപ്ലൈ ചെയ്യും. ആ സ്റ്റെബിലൈസർ ഡീൽ ചെയ്തിരുന്ന വ്യക്തി ഞാനാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ അടുത്ത് വന്ന് ഞങ്ങൾ വർത്താനം പറഞ്ഞിരിക്കുക. അതിൻ്റെ ഒപ്പിടാൻ വേണ്ടി മാനേജർ എടുത്ത് പോകണം. അപ്പോൾ ഈ മാനേജർ ഒപ്പിട്ട് വരുന്ന അതിനിടയിൽ ഞങ്ങളിങ്ങനെ വിശേഷങ്ങളൊക്കെ പങ്കിട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ദിവസം എന്നോട് ചോദിച്ചു, ഇതിന് നമുക്ക് ഇതുമാതിരി ഒരു സിനിമ എടുത്തുകൂടെ? നമ്മുടെ 2 പേരുടെയും കോമൺ സുഹൃത്തല്ലേ മോഹൻലാൽ. അപ്പോൾ മോഹൻലാലിനെ ആണെങ്കിൽ എനിക്ക് 1980 മുതൽ ആദ്യത്തെ ആ സിനിമ മഞ്ഞിൽ വീഞ്ഞ് പൂക്കൾ റിലീസ് ചെയ്തതിന് മുമ്പ് തന്നെ ആലപ്പുഴയിൽ വെച്ചുള്ള പരിചയമാണ്. ഞങ്ങൾ വലിയ അടുപ്പമായിരുന്നു. അപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്കും ലാലിനെ പരിചയമുണ്ട്, ഉണ്ണിക്കും ലാലിൻ്റെ പരിചയമുണ്ട്. പിന്നെ ഇങ്ങനെ പ്രപ്പോസൽ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഫുൾ കാശ് മുടക്കാം. അന്നത്തെ കാലത്ത് ഒരു കാശ് പടം എടുക്കണമെങ്കിൽ 20-25. ഈ ആലോചന വരുമ്പോൾ ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഒന്നും ആയിട്ടില്ല, ഒന്നുമില്ല. അന്ന് മോഹൻലാൽ രംഗത്തില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന ബാക്കി രംഗത്തില്ല, ഡയറക്ടർ ഒന്നുമില്ല. ഞങ്ങൾ സിനിമ എന്ന് പറഞ്ഞൊരു ആലോചന, പ്രാഥമിക ചർച്ച എന്ന് പറയില്ലേ, അങ്ങനെ എൻ്റെ ഈ കെൽട്രോൺ ഓഫീസിൽ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഞാൻ പറഞ്ഞു, ഉണ്ണി അത് ഇത്രയും കാശൊക്കെ 10-20 ലക്ഷമൊക്കെ മുടക്കേണ്ട ഒരു സിനിമയ്ക്ക്. അപ്പോൾ എന്നെക്കാട്ടിലും കൂടുതൽ ഈ കാര്യത്തിൽ ബിസിനസ് അറിയാമായിരുന്ന ഒരു വ്യക്തിയാണ് ഉണ്ണി. കാരണം ഉണ്ണി കുറച്ചുകൂടെ ഈ സുരേഷ് കുമാർ, സനൽകുമാർ അവരുടെ കൂടെ ക്ലാപ്പ് അടിച്ച് ആ സെറ്റിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ചുകൂടെ അറിയാം, ഇൻഡസ്ട്രി അറിയാം. അപ്പോൾ എന്നോട് പറഞ്ഞു, അല്ല ദിനു, അതിനൊരു കാര്യമുണ്ട്, നമ്മളൊരു 3 ലക്ഷം രൂപ മുടക്കിയാൽ മതി. 3 ലക്ഷം രൂപ മുടക്കി കഴിഞ്ഞാൽ അത് ഞാനൊരു 1.5 ഇടാം, ദിനു ഒരു 1.5 ഇട്, നമ്മൾ 2 പേരും കൂടെ ഷെയറിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ 3 lakhs അഡ്വാൻസ് കൊടുത്ത് ഈ പറഞ്ഞ സെറ്റപ്പൊക്കെ ഒന്ന് റെഡിയാക്കി വരുമ്പോൾ മോഹൻലാലിൻ്റെ ഡേറ്റ് കയ്യിലുണ്ടെങ്കിൽ നമുക്കിത് കച്ചവടം ചെയ്യാം. ഇത് ഔട്ട്റൈറ്റ് ബിസിനസ് പിന്നെ നടക്കും. അന്നത്തെ കാലത്ത് അങ്ങനെ ഒരു ബിസിനസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് കൊള്ളാമല്ലോ, അപ്പോൾ 1.5 രൂപ മുടക്കിയാൽ മതിയല്ലോ. അപ്പോൾ അന്നത്തെ കണ്ടീഷനിൽ ഞാൻ ഫിനാൻഷ്യലി വളരെ വെൽ ഓഫ് ആയിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ച് 1.5 വലിയ ബുദ്ധിമുട്ടൊന്നുമല്ല. അങ്ങനെയാണ് പിന്നെ ഉണ്ണി ബാക്കി 1.5 മുടക്കാമെന്ന് പറഞ്ഞു. ഞങ്ങളിതിന് കൈ കൊടുത്ത് അതങ്ങ് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ മോഹൻലാലിനെ കാണണം, പരിപാടി തുടങ്ങണം. ഞങ്ങൾ 2 പേരും കൂടി ആദ്യം തന്നെ ഇത് എന്ത് പേരിടും കമ്പനിക്ക്. അങ്ങനെയാണ് കൃപ ഫിലിംസ് എന്ന പേരിൽ ചെന്ന് ലാൻഡ് ചെയ്തു. കൃഷ്ണകുമാറും പണിക്കരും, അതാണ് കൃപ എന്ന് പറഞ്ഞത്. ഞങ്ങൾ അതിന് ശേഷം ഗുരുവായൂർ പോയി തൊഴുതിന് ശേഷം പിന്നെ അന്ന് തൂവാനത്തുമ്പികളുടെ സെറ്റിൽ മോഹൻലാലുണ്ട്, തൃശ്ശൂരാണ് ഷൂട്ടിംഗ് നടക്കുന്നത്, കാസിനോ ഹോട്ടലിലാണ്. അപ്പോൾ ഞങ്ങളതിന് ശേഷം മോഹൻലാലിനെ കാണാൻ വേണ്ടി ലാൽ നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ലാലുമായിട്ട് അത്രയും സ്വാതന്ത്ര്യമുള്ള റൂം ഇടിച്ച് കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കമന്ന് കിടപ്പുണ്ട് ലാൽ. അപ്പോൾ ലാലിനെ വിളിച്ചെണ്ണിപ്പിച്ചു. ലാലിങ്ങനെ നോക്കി അന്തം വിട്ടു. എന്താ ഈ 2 അണ്ണന്മാരും കൂടി ഇവിടെ? ലാലിന് ഒട്ടും പ്രതീക്ഷ, ഞങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടല്ല പോയത്. അപ്പം അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ലാൽ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ഉദ്ദേശം?
അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്കൊരു പടം എടുക്കണം ലാലിനെ വെച്ചിട്ട്. അപ്പോൾ ലാലിൻ്റെ റിയാക്ഷൻ പെട്ടെന്ന് മാറി. കാരണം ലാൽ അന്ന് ഈ ഒരു ഫസ്റ്റ് ടൈം ഇൻ ഹിസ് ലൈഫ് ഒരു ബാക്ക് പെയിൻ ഒക്കെ വന്നിട്ട് ചെറിയ ഒരു കുറച്ച് ഇടയ്ക്കിടയ്ക്ക് പടങ്ങൾ ബ്രേക്കായി, അങ്ങനെ ഡേറ്റ്സ് എല്ലാം മാറിപ്പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു ഒരു 13 പടം എങ്ങാണ്ട് പുള്ളിയുടെ പെൻഡിങ് കിടക്കുകയാണ്, അപ്പോൾ 14ാമത്തെ പടമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു മതി. അപ്പോൾ ഉണ്ണിയും പറഞ്ഞാൽ അത് മതി ഞങ്ങൾക്ക് 14ാമത്തെ, കാരണം നമുക്ക് ധൃതിയൊന്നുമില്ല. അങ്ങനെ നമ്മൾ ഒരു തിരക്കും പിടിക്കാതെ അന്ന് ചോദിച്ചൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ആരായിരിക്കും സംവിധായകൻ? അപ്പോൾ നമ്മൾ പറഞ്ഞു അന്ന് പോപ്പുലറായി നിൽക്കുന്ന ഒരു 3 പേരെന്ന് പറയുന്നത് പ്രിയദർശൻ, വേണുനാഗവള്ളി അല്ലെങ്കിൽ സിബി മലയിൽ, ഈ 3 പേരുടെ പേരാണ് ഞങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് ആരായാലും കുഴപ്പമില്ല, കാരണം പുള്ളിയെ സംബന്ധിച്ച് പുള്ളി അങ്ങനൊരു വ്യക്തിയാണ്. പുള്ളി പറഞ്ഞു ഓക്കെ 3 പേരും ഓക്കെ, നിങ്ങൾ ഡിസൈഡ് ചെയ്തോ. അപ്പോൾ പൈസ അഡ്വാൻസ് അപ്പം തന്നെ കൊടുക്കുന്നു. അപ്പോഴും കഥയൊന്നും ആയിട്ടില്ല, ഒന്നും ആയിട്ടില്ല. അപ്പോൾ പടം ചെയ്യാമെന്ന് പറഞ്ഞു. 14ാമത്തെ പടമെങ്കിൽ 14ാമത്തെ പടം, അത്രയേ ഉള്ളൂ. അങ്ങനെ പുള്ളിയെ കണ്ടു, ഈ അഡ്വാൻസ് കൊടുത്ത് കുറച്ച് കഴിഞ്ഞാൽ വർത്താനൊക്കെ പറഞ്ഞ് ചായ കുടിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ചിറങ്ങുന്ന സമയത്ത് പറഞ്ഞു ഒരു പണി, പൈസ നിങ്ങൾ തന്നെ കൈ വെച്ചോ, ഇത് വീട്ടിൽ കൊണ്ടുപോയി അമ്മയെ ഏൽപ്പിച്ചേക്ക്, കാരണം ക്യാഷ് അത്രയും അവിടെ വെക്കണ്ടല്ലോ, ക്യാഷായിട്ടാണ് കൊടുത്തത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും അത് വീട്ടിൽ കൊണ്ട് കൊടുത്താൽ മതി. അങ്ങനെ ഞങ്ങളിത് വീട്ടിൽ കൊണ്ടുപോയി അമ്മയെ ഏൽപ്പിച്ചു. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ കിരീടത്തിൻ്റെ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുമല്ലോ സക്സസ്ഫുൾ ആയത് അവിടെയാണ്. അതാണ് തുടക്കം. പിന്നെ എങ്ങനെയാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് ലോഹിയിലും മറ്റുള്ളവരിലേക്ക് എത്തുന്നത്? അതിന് ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് വേറെയുണ്ട്. അപ്പോൾ ഞാനും ഉണ്ണിയും കൂടെ പിന്നെ ചർച്ച ചെയ്യും, ആര് വേണം, പ്രിയദർശൻ വേണോ, വേണുനാഗവള്ളി വേണോ, സിബി വേണോ. അപ്പോൾ സിബിയൊക്കെ ലാസ്റ്റാണ് നമ്മുടെ ഇതിൽ കിടക്കുന്നത്. കാരണം നമുക്ക് പ്രിയദർശൻ ട്രിവാൻഡ്രത്തുകാരനാണ്, വേണുനാഗവള്ളി ട്രിവാൻഡ്രത്തുകാരനാണ്. വേണുനാഗവള്ളി ഉണ്ണിയുടെ വൈഫിൻ്റെ കസിനാണ്. അപ്പോൾ അങ്ങനെ ഒരു ബന്ധം കൂടി കിടക്കുന്നതാണ്. നമുക്ക് വേണുനാഗവള്ളിയെ പിടിച്ചാലോ. അപ്പോൾ വേണുനാഗവള്ളിയുടെ കുറച്ച് പടങ്ങളൊക്കെ ആ സമയത്ത് നല്ല പേരെടുത്ത് നിൽക്കുന്ന സമയമാണ്. നമ്മൾ വേണുചേട്ടൻ തന്നെ ആയിക്കോട്ടെ, നല്ലൊരു മനുഷ്യയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തെ. അങ്ങനെ വേണുചേട്ടനെ വീട്ടിൽ പോയി കാണുന്നു. വേണുചേട്ടൻ പറയുന്നത് ഇപ്പം നമുക്ക് ചെയ്യാം, ഒരു പടം ചെയ്യാം. അപ്പോൾ നമുക്കൊരു പണി ചെയ്യാം, ഒരു കുട്ടനാടൻ സബ്ജക്റ്റ് എൻ്റെ അച്ഛൻ്റെ അടുത്തിരുമുണ്ട്, അതിൻ്റെ പേര് തനിക്ക് താനും പെരയ്ക്ക് തൂണും എന്നാണ്. അപ്പോൾ നമുക്ക് അതങ്ങ് ഈ പറഞ്ഞ പടം ചെയ്യാം, അത് നമുക്ക് മോഹൻലാലിനെ പറ്റിയ സബ്ജക്റ്റാണ്. അപ്പോൾ സബ്ജക്റ്റൊക്കെ പറയാൻ തുടങ്ങി, നമ്മളതൊക്കെ ഇഷ്ടപ്പെട്ടു, എല്ലാം കഴിഞ്ഞു. നമ്മൾ തീരുമാനിച്ചു ഇത് നമുക്ക് അങ്ങോട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ ഈ ഉണ്ണി ഒരു സ്വാതന്ത്ര്യം എടുത്തു അവിടെയാണ് അതിലാണ് ഈ ഇദ്ദേഹം അലസിപ്പോയത്. അതായത് സ്വന്തം കസിനാണല്ലോ, കസിൻ അതിൻ്റെ പേരിൽ 1,00,000 രൂപ കൊടുത്താൽ മതി പുള്ളിക്ക്, സ്ക്രിപ്റ്റും ഡയറക്ഷൻ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ബഡ്ജറ്റ് ഇടുന്നത് അത് വെച്ചിട്ടാണ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹമായിട്ട് പോയി സംസാരിച്ചപ്പോഴേക്കും അദ്ദേഹം കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു അഡ്വാൻസ് ചോദിച്ചതിന് 1,00,000 രൂപ. അവിടെ ഞാനൊന്ന് ഞെട്ടി, എൻ്റെ തൊട്ടടുത്ത് ഉണ്ണി ഇരിപ്പുണ്ട്, ഉണ്ണിയും ഒന്ന് ഞെട്ടി. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, പുള്ളി ഉദ്ദേശിക്കുന്ന അന്ന് 3,00,000 രൂപയാണ്. അപ്പോൾ പുള്ളിക്ക് ആ ഒരു മാർക്കറ്റ് വാല്യൂ കൂടുന്നതനുസരിച്ച് പുള്ളി കൂട്ടി ചോദിച്ചു, പുള്ളിയുടെ മിസ്റ്റേക്ക് അല്ല. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു മേടിച്ചേട്ടാ അത് ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറയും. കാരണം സാമ്പത്തിക ആദ്യം മുടക്കുന്ന മുഴുവൻ ഞാനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മേടിച്ചേട്ടനെ അറിയാം എൻ്റെ ഒരു സാമ്പത്തിക സ്ഥിതി നല്ലൊരു അവസ്ഥയിലാണെന്നുള്ളത്. ദിനേശ് അതെങ്ങനെയാണെങ്കിൽ കുറച്ച് പൈസ എനിക്ക് തരാമെങ്കിൽ ഞാൻ പറഞ്ഞു മേടിച്ചേട്ടാ നമുക്ക് വഴിയുണ്ടാക്കാം. എനിക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ, കാരണം ഉണ്ണിയായിട്ടൊന്ന് കൺസൾട്ട് ചെയ്യണമല്ലോ ഇക്കാര്യം. ഞങ്ങൾ രണ്ടുപേരും അന്ന് രാത്രി തന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴി തീരുമാനം എടുത്തു, വേണുചേട്ടനെ മാറ്റുക. വേണുചേട്ടൻ അങ്ങനെ അതിൽ നിന്ന് ഒഴിവായി. അതിൽ പിന്നീട് അപ്പോൾ സിബി മലയിൽ അന്ന് യാദൃച്ഛികമായിട്ട് ട്രിവാൻഡ്രത്തുണ്ട്. അങ്ങനെ സിബി മലയിൽ അതിനകത്ത് കറക്റ്റായിട്ട് വന്ന് വീണു. അങ്ങനെ സിബി മലയിലിനെ ഫിക്സ് ചെയ്തു. സിബി മലയിൽ അപ്പം തന്നെ സജസ്റ്റ് ചെയ്തു നമുക്കൊരു നല്ല എഴുത്തുകാരൻ, എൻ്റെ അറിവിൽ എനിക്ക് 2 പടം ചെയ്ത ആളാണ്, എനിക്ക് ഭയങ്കര കോൺഫിഡൻസാണ് അദ്ദേഹത്തിൽ. അങ്ങനെയാണ് ലോഹിദാസിൻ്റെ പേര് തന്നെ നമുക്ക് മുന്നിൽ വരുന്നത് തന്നെ. അതിന് ഓഫ്കോഴ്സ് ആസ് എന്താ പറയുക, ഒരു സിനിമ കാണുന്ന ഒരാളെന്ന നിലയിൽ നമ്മൾ നേരത്തെ ഇദ്ദേഹത്തിൻ്റെ പടം കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തിനെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നല്ലാതെ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല, അദ്ദേഹമായിട്ട് യാതൊരു പരിചയവും. അങ്ങനെ സിബിയുടെ ആ മനസ്സിൽ ഒരു ദൃഢമായ ഒരു സംഭവം ഉണ്ടായിരുന്നു, ലോഹിദാസിനെ കൊണ്ട് തന്നെ എഴുതിക്കണം. അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് ഭയങ്കരമാണ്. അങ്ങനെ നമ്മൾ ലോഹിദാസിനോട് വരാൻ പറയുന്നു. അപ്പോൾ എന്നോട് അന്ന് പറയുകയും ചെയ്തു, അതായത് ഒരു കഥ പുള്ളിയുടെ ഒരു ത്രെഡ് പുള്ളി പറഞ്ഞിട്ടുണ്ട്, പുള്ളിയുടെ നാട്ടിൽ നടന്നൊരു സംഭവമായിട്ട്, അതൊന്ന് കേട്ട് നോക്കുക, അതെനിക്ക് തോന്നുന്നു നല്ല സാധനമായിരിക്കും എന്ന് സിബിക്ക് ഒരു കോൺഫിഡൻസ് ഉള്ള ഒരു സബ്ജക്റ്റായിരുന്നു അത്. അങ്ങനെയാണ് ലോഹിദാസ് ഇവിടെ ട്രിവാൻഡ്രത്ത് ഞങ്ങളെ കാണാൻ വേണ്ടി വരികയും ഹോട്ടൽ അമൃതയിലിരുന്ന് ഞാനും ഉണ്ണിയും കൂടെ ഇരുന്ന് ഈ കഥ കേൾക്കുന്നു. കഥ എന്ന് പറയുന്നില്ല, ഒരു വൺ ലൈൻ പറയുന്നത്, അത് എൻ്റെ നാട്ടിൽ നടന്ന ഒരു സംഭവം. അത് ഈ പറഞ്ഞ യാദൃച്ഛികമായിട്ട് ഒരു ചെറുപ്പക്കാരന് പറ്റുന്ന ഒരു അമളി, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ. അവിടെ ഒരു ഗുണ്ടയെ അടിച്ച് താഴെ ഇടുന്നു. അടിക്കുമ്പോൾ ഇയാൾക്ക് അറിയില്ല ഇയാൾ ഒരു ഗുണ്ടയാണെന്നുള്ളത്. പക്ഷെ അടിച്ച് താഴെ ഇട്ടതിന് ശേഷമാണ് പിന്നീട് ഇയാൾ ഗുണ്ടയായിട്ട് വാഴിക്കപ്പെടുന്നതും അതിൽ മുഖേന ഉണ്ടാവുന്ന പ്രശ്നങ്ങളും
ഒക്കെയാണ് പുള്ളി പിന്നീട് പറഞ്ഞത്. അപ്പോൾ ഇതൊരു കഥയുണ്ട്, നമുക്കിത് വർക്കൗട്ട് ചെയ്ത് ഒരു സ്ക്രിപ്റ്റാക്കി ഞാൻ എത്രയും പെട്ടെന്ന് തരാം, നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ. ഞങ്ങൾക്ക് ഓക്കെയാണ്, കാരണം സിബിക്കും ഓക്കെയാണ്. ഇതിനപ്പുറം എന്താ വേണ്ടത്? അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പ്രൊഡ്യൂസർ സൈഡിൽ നിന്ന് ഓക്കെ പറഞ്ഞു. ഇനി ഇത് മോഹൻലാലിനെ കേൾപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ കിട്ടിയ സാഹചര്യത്തിൽ ലാലിനെ കേൾപ്പിച്ചു. ലാലു ഇത് കേട്ടപ്പോൾ ലാലിന് മനസ്സിലായി ഇത് നല്ല സംഭവമാണ്. അങ്ങനെയാണ് ആ ഒരു വൺ ലൈനിൽ തന്നെ എല്ലാവരും ഫ്ലാറ്റായി. കാരണം ഇതിനകത്ത് കഥയുണ്ട്, ഇതിനകത്ത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു എലിമെൻ്റ് ഉണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ കിരീടത്തിൻ്റെ ഒരു ശരിക്കും അതൊരു ധൈര്യം കൂടിയായിരുന്നില്ലേ? കാര്യം അന്ന് മോഹൻലാൽ എന്ന് പറയുന്നത് മലയാളത്തിൽ 1-ാം നമ്പർ താരമായി മാറിക്കൊണ്ടിരിക്കുന്ന സമയം. 29 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ ആ സമയത്ത്. ഇപ്പോഴത്തെ ഒരു ഏജ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞു 29. അതെ, 29 വയസ്സേ അദ്ദേഹത്തിന് അന്ന് വരുള്ളൂ. അപ്പൊ അദ്ദേഹത്തിനെ വെച്ചിട്ട് ഒരു ഇമോഷണൽ ഡ്രാമ, അതും ഫാമിലി ഓഡിയൻസ് ഇടിച്ചു കയറേണ്ട ടോപ്പിക്ക്. അപ്പൊ അതൊരു റിസ്ക് എലമെന്റ് കൂടെ ഇല്ലായിരുന്നു അതിനകത്ത്? റിസ്ക് എലമെന്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ബിസിനസ് പോയിന്റിൽ നമുക്കത് 100% സേഫായി. കാരണം ഞങ്ങളിത് എന്ത് ചെയ്തു, ഞങ്ങൾ ഈ കഥ കൊണ്ടുപോയി. അപ്പോൾ മോഹൻലാലിന് ഞങ്ങൾക്ക് ഡേറ്റ് തന്നു കഴിഞ്ഞു. മോഹൻലാൽ ഈ കഥ കേട്ട് കഴിഞ്ഞാൽ മോഹൻലാൽ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? നമുക്ക് വേണമെങ്കിൽ കുറച്ച് അഡ്വാൻസ് ചെയ്യാമെന്ന് പറയും. കാരണം ആ നേരത്തെ കിടന്ന പടങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒന്ന് പതൊക്കെ മാറ്റിയിട്ട് അദ്ദേഹം ഇതിന് ഇമ്പോർട്ടൻസ് തന്നു. കാരണം അത്രയ്ക്കും അദ്ദേഹത്തിന് കഥ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് ഇഷ്ടപ്പെട്ടു എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ നേരെ പോയി ഒരു ഡിസ്ട്രിബ്യൂട്ടറെ കാണുന്നു, 7 ആർട്സ് വിജയകുമാറിനെ കാണുന്നു. അദ്ദേഹമായിട്ട് സംസാരിച്ച് ആദ്യം അദ്ദേഹം ഒരു 24 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പിടിച്ചു തന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ പടത്തിന് കുറച്ചുകൂടെ വാല്യൂ ഉണ്ട് എന്ന് നമുക്ക് ബോധ്യമുള്ളതുകൊണ്ട് നമ്മൾ പോയി ഒന്നുകൂടെ ബാർഗെയിൻ ചെയ്ത് അവസാനം കൊണ്ടുവന്ന് 27.5 ലക്ഷം രൂപയ്ക്ക് ആ പടം ഔട്ട്റൈറ്റ് കച്ചവടം ഉറപ്പിച്ചു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 27.5 ലാക്സ് നമുക്ക് വന്നാൽ അതിനകത്ത് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് നമുക്കൊരു 20 ലക്ഷം രൂപ, 21. എത്രയായിരുന്നു അതിൻ്റെ ഒരു മുടക്ക് മുതൽ? എത്രയായിരുന്നു മുടക്ക് മുതൽ? ഈ 3 ലക്ഷം രൂപ ആണ്. ഈ 3 ലക്ഷം രൂപയാണ് മുടക്കിയത്. കാരണം ആദ്യം സിബി മലയിലിന്, ലോഹിദാസിന്, മോഹൻലാലിന്, എസ് കുമാറിന്, പിന്നെ അത് കഴിഞ്ഞ് അതിനകത്ത് ഇൻവോൾവ് ആയി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തിയായിരുന്നു അതിനകത്ത് KR ഷൺമുഖം. കാരണം അന്നത്തെ കാലത്ത് ഒരു വലിയ പടം എടുക്കണമെങ്കിൽ KR ഷൺമുഖം അതിനകത്ത് ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺട്രോളറാണ്. അപ്പോൾ അദ്ദേഹത്തിന് കൊണ്ടുപോയി അഡ്വാൻസ് കൊടുത്തു. അദ്ദേഹം 1 ലക്ഷം രൂപ അന്നത്തെ കാലത്ത് വാങ്ങിക്കായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് നമ്മൾ ബുക്ക് ചെയ്തു. പിന്നെ ഈ പറഞ്ഞ ബാക്കി എല്ലാവർക്കും അഡ്വാൻസ് കൊടുക്കണം, എല്ലാം 3 ലക്ഷം രൂപയോളം നമ്മുടെ കയ്യിൽ നിന്ന് ചിലവായി. അങ്ങനെ ടോട്ടൽ ഈ പൈസ ചിലവായി കഴിഞ്ഞപ്പോഴേക്ക് നിൽക്കുന്ന അവസ്ഥയിലാണ് 7 ആർട്സ് വിജയകുമാർ നമ്മുടെ അടുത്ത് വരുന്നതും. അദ്ദേഹം അപ്പോൾ തന്നെ ഇമ്മീഡിയറ്റ്ലി ടേക്ക് ഓവർ ചെയ്തു. അദ്ദേഹം ഒരു അഡ്വാൻസ് ഞങ്ങൾക്ക് തരുന്നു. യു പ്രൊസീഡ് എന്നുള്ള ആ ഗ്രീൻ സിഗ്നൽ കിട്ടി. അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ അങ്ങ് പ്രൊസീഡ്. എന്നിട്ടും കുറച്ച് ടൈം എടുത്തു കേട്ടോ നമ്മുടെ ഈ വർക്കൗട്ട് ചെയ്യാൻ, ഡേറ്റിലോട്ട് വരാനായിട്ട്. ഡേറ്റ് കാരണം ലാലിൻ്റെ ഒരു ഡേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ അത്ര വാല്യൂബിൾ ആയിട്ടുള്ളൊരു ഇതായിരുന്നല്ലോ. അല്ല, അദ്ദേഹത്തിന് തന്നെ മറ്റു ഒരുപാട് ഹിറ്റുകൾ വന്ന വർഷം കൂടെയാണ്. വന്ദനം, വരവേൽപ്പ്, സീസൺ, അധിപൻ, ദൗത്യം എല്ലാം കൃത്യമായിട്ട് നല്ല ടോപ്പിൽ നിൽക്കുന്നു. അതിന്റെ കൂടെ നാടുവാഴികൾ വിജയകുമാർ അന്ന് അതാണ് എടുത്തുകൊണ്ടിരുന്നത്. ആ വർഷത്തെ ഒരു ക്യാമിയോ റോളും അദ്ദേഹം ചെയ്തു, പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ. അതും ഭയങ്കര സക്സസ് ആയിരുന്നു. അപ്പൊ അങ്ങനെ എല്ലാം കൂടെ നോക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് എന്തായാലും അതിനകത്ത് റിസ്ക് ഇല്ല. അതാണ് ഞാൻ നേരത്തെ പറയാൻ വന്ന പോയിന്റ്. കാരണം നമുക്ക് ഈ പടം ഒരു 21-22 രൂപയ്ക്ക് മാക്സിമം തീർക്കാൻ പറ്റും. 20 രൂപയാണ് നമ്മൾ ബഡ്ജറ്റ് ഇട്ടത്. പക്ഷേ സിനിമയല്ലേ, ചെറിയ മാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന അവസാനം 22 രൂപയിൽ നമുക്ക് പടം തീർക്കാൻ പറ്റി. എന്നാൽ പോലും ഞങ്ങൾക്ക് ഒരു 5 ലക്ഷം രൂപ ലാഭം കിട്ടി. അപ്പോൾ ആ ഒരു ഉറപ്പുള്ളത് കൊണ്ട് മാത്രമല്ല, ഒരു ബിസിനസ് പോയിന്റ് മാത്രമല്ല, ഞങ്ങൾ എടുക്കുന്ന ആദ്യത്തെ സിനിമയാണ്. ഉണ്ണിയെ സംബന്ധിച്ചും എന്നെ സംബന്ധിച്ചും ഞങ്ങൾക്ക് ഒരു കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമായിരുന്നു അത്. കാരണം നല്ലൊരു സെറ്റപ്പ് ഒത്തു കിട്ടി, നല്ലൊരു ഡിസ്ട്രിബ്യൂട്ടറെ കിട്ടി, ഫുൾ മോഹൻലാലിൻ്റെ ഫുൾ സപ്പോർട്ടുണ്ട്, പിന്നെ ഏറ്റവും നല്ലൊരു കഥയാണ്. ഇനി ഇത് സിനിമ അങ്ങനെ സൂപ്പർ ഹിറ്റ് ആവുന്നൊന്നും നമുക്ക് പ്രവചനമില്ല. പക്ഷേ ഒരു നല്ല സിനിമയായിരിക്കും ടു സ്റ്റാർട്ട് വിത്ത്. സിനിമയിൽ നമ്മുടെ ഒരു മുദ്ര പതിപ്പിക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു സ്റ്റാമ്പ് പതിപ്പിക്കാൻ നമുക്ക് സാധിച്ചു. ഒരു കോൺഫിഡൻസ് ഉണ്ടായി. യെസ്. ഈ അതിൻ്റെ അടുത്തൊരു ഘട്ടം എന്ന് പറയുന്നത് സിനിമയുടെ ഷൂട്ടാണ്. ശരിക്കും അന്ന് വരെ മലയാളം സിനിമ കണ്ടിട്ടുള്ളത് നമ്മളെ വള്ളുവനാടൻ സൗന്ദര്യമാണ്. ഈ ഒരു ഗ്രാമീണ ഭംഗി എന്നൊക്കെ പറയുമ്പോൾ ഇവിടുന്ന് നേരെ ക്യാമറ എടുത്ത് ഒറ്റപ്പാലത്ത് പോവുക, അല്ലെങ്കിൽ ഷൊർണൂർ ലൊക്കേഷനിലേക്ക് പോവുക, ഇതാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ നേരെ മറിച്ച് താങ്കൾ ഉൾപ്പെടെയുള്ള ഇതിൻ്റെ അണിയറ പ്രവർത്തകർ ചെയ്തത് നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ ഗ്രാമീണമായ ദൃശ്യഭംഗി അതെങ്ങനെ വെള്ളിത്തിരയിൽ എത്തിക്കാമോ അത് അതിഗംഭീരമായി പലർക്കും അറിഞ്ഞുകൂടാത്ത തിരുവനന്തപുരത്തിന്റെ ലൊക്കേഷൻസ് ഫെമിലിയർ ആക്കാൻ ഇതിന്റെ ഷൂട്ടിന് കഴിഞ്ഞു അല്ലേ? തിരുവനന്തപുരത്ത് അല്ലേ പൂർണ്ണമായും? അതിന്റെ പുറകെയും വലിയ ഒരു രഹസ്യം അല്ലെങ്കിൽ ചരിത്രം കിടപ്പുണ്ട്. നമ്മളെല്ലാവരും ഏറ്റവും ഇഷ്ടപ്പെടുന്ന മോഹൻലാൽ കഴിഞ്ഞ അതിനകത്തെ കഥാപാത്രം എന്ന് പറയുന്നത് തിലകൻ ചേട്ടനെ. തിലകൻ ചേട്ടനല്ലാതെ അതിന് വേറെ ആരെ ആലോചിക്കാൻ പറ്റും? ഒന്ന് ആലോചിച്ചു പോകും. അത്രയും ഗാംഭീര്യമുള്ള ഒരച്ഛൻ, ഇത്ര സ്നേഹമുള്ള ഒരച്ഛൻ,
അത്രയും അഭിനയിക്കാനുള്ള ഒരു ക്യാരക്ടർ. അല്ല, ശരിക്കും ഈ മോഹൻലാൽ തിലകൻ കോമ്പിനേഷന്റെ ഒരു തുടക്കം, അച്ഛൻ മകൻ തുടക്കം അവിടെയാണ്. പിന്നീട് ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. ഇപ്പൊ സ്ഫടികമുണ്ട്, പവിത്രമുണ്ട്, നരസിംഹമുണ്ട്, ഒരുപാട് സിനിമകൾ പിന്നെ വന്നിട്ടുണ്ട്, മിന്നാരമുണ്ട്. പക്ഷെ ഇതിന്റെ ഒരു തുടക്കം, അതും താങ്കൾ പറഞ്ഞതുപോലെ അതിതീവ്രമായ ബന്ധം, അച്ഛൻ മകൻ ബന്ധം. അപ്പൊ ആ ഒരു സംഭവത്തിന് നോക്കിയപ്പോൾ തിലകൻ തന്നെ നമുക്ക് ഈ പടത്തിന് വേണം. അപ്പോൾ നമ്മൾ തിലകൻ ചേട്ടനെ കാണാൻ പോകുന്നു, ബാക്കിയെല്ലാം നമ്മൾ കോൺഫിഡൻസ് ആയി, കാരണം എല്ലാം ഒത്തുവന്നല്ലോ. ഇനി ആ അച്ഛൻ ക്യാരക്ടർ ഫിക്സ് ചെയ്യണം. അച്ഛൻ ക്യാരക്ടർ ഫിക്സ് ചെയ്യാനായിട്ട് തിലകൻ ചേട്ടൻ്റെ വീട്ടിൽ ചെന്നപ്പോഴാണ് അറിയുന്നത്. തിലകൻ ചേട്ടൻ പറയുന്നു, എൻ്റെ 2 പടം ട്രിവാൻഡ്രത്ത് ഇപ്പം നടക്കുകയാണ്. ഒന്ന് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാണക്യൻ, രാജീവ് കുമാറിൻ്റെ പടം, പിന്നെ ഒരു വർണ്ണം എന്ന് പറഞ്ഞൊരു പടം കൂടെ നടന്നുകൊണ്ടിരിക്കുക. ഈ 2 പടത്തിന് ഞാൻ ഡേറ്റ് കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾ ഈ ആവശ്യപ്പെടുന്ന സമയത്ത് അത് ഞാനിങ്ങനെ ചെയ്യും. അപ്പോൾ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളിതിനു മുമ്പ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ഷൊർണൂർ സൈഡ്, പാലക്കാട് സൈഡ്, അവിടെയൊക്കെ പോയി അവിടുത്തെ മനോഹാരിത, നാട്ടുമ്പുറം, ഇതൊക്കെ കാണിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഐഡിയ. ശരിക്കും പറഞ്ഞാൽ സിബി മലയിലൊക്കെ നമ്മളെല്ലാവരും കൂടെ ലൊക്കേഷൻ ഹണ്ടിന് വേണ്ടി അവിടെ പോവുകയും ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് അവിടെ കൊണ്ടുപോയി പടം വെച്ച് കഴിഞ്ഞാൽ തിലകൻ ചേട്ടനെ ഒരിക്കലും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് ട്രിവാൻഡ്രത്താണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് എങ്ങനെയെങ്കിലും ഇതിനകത്ത് പുള്ളിയുടെ ഡേറ്റ് വാങ്ങിക്കാം. അങ്ങനെ തീരുമാനം മാറ്റി. അങ്ങനെയാണ് പാലക്കാട് എന്നുള്ള സാധനം മാറ്റി നമ്മൾ നേരെ കൊണ്ടുവന്ന് തിരുവനന്തപുരത്താണ്. ഈ ലൊക്കേഷൻ ഹണ്ട് നടത്തിയത് എല്ലാവരും ഉണ്ട് ഇതിനകത്ത്. ശരിക്കും പറഞ്ഞാൽ ലൊക്കേഷൻ ഹണ്ടിന് ഏറ്റവും കൂടുതൽ ഇറങ്ങിയത് CK സുരേഷ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ ആർട്ട് ഡയറക്ടർ. അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അദ്ദേഹമായിരുന്നു പല ലൊക്കേഷൻസും കണ്ടുപിടിച്ചത്. പിന്നെ ഞാനും ഉണ്ണിയൊക്കെ ട്രിവാൻഡ്രത്തുകാരല്ലേ, ഞങ്ങളുടെ പേഴ്സണൽ ബന്ധങ്ങൾ വെച്ച് കുറേ സ്ഥലങ്ങൾ ഞങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റി. അപ്പോൾ അതും ഇതിനകത്ത് വലിയൊരു സംഭവമായിരുന്നു. ഇനി ഇതിനകത്ത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു രസകരമായ ഒരു ഫാക്ടർ പറയട്ടെ. ഇതിനകത്ത് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു അതിന് മേജർ ഭാഗം, എത്ര പെർസെൻറ്റേജ് ഒന്നും ഞാൻ പറയുന്നില്ല, മേജർ ഭാഗം ട്രിവാൻഡ്രം സിറ്റിക്കകത്താണ്. ഇത് എത്ര പേർക്ക് അറിയാം? 37 വർഷം നമ്മൾ കാണിച്ചിരിക്കുന്നത് രാമപുരമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇവർ ആദ്യം വസിക്കുന്ന ആ ഒരു വീട്ടിലാണെങ്കിലും ഇതെല്ലാം നമ്മളെ കാണിക്കുന്ന ഏതാണ്, ഒരു നാട്ടുംപുറം എന്ന് പറഞ്ഞാണ് നമ്മൾ കാണിക്കുന്നത്. പക്ഷേ ആ നാട്ടുംപുറം എന്ന് പറയുന്നത് ഇവരെ മോഹൻലാലിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്ന വീടുണ്ടല്ലോ, മോഹൻലാൽ താമസിക്കുന്ന വീട്, അവിടെ ഈ പറഞ്ഞില്ല ഇവരെല്ലാവരും വരുന്ന ജഗദീഷ്, അത് കഴിഞ്ഞ് രാമപുരത്ത് വരുന്ന വീട്, ഈ വീടുകളെല്ലാം തന്നെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ആദ്യം തുടങ്ങുന്നത് കാലടി എന്ന് പറയുന്ന സ്ഥലത്താണ്. ജഗദീഷിൻ്റെ വീടിൻ്റെ നേരെ മുമ്പിലാണ്. ശരിക്കും പറഞ്ഞാൽ മെയിൻ സിറ്റിക്കകത്ത് തന്നെ. അതുകൂടാതെ രണ്ടാമത് ഈ ട്രാൻസ്ഫർ ആയിട്ട് പോകുന്നത് രാമപുരത്തേക്ക്. ആ വീട് ഞാൻ വെള്ളയമ്പലത്താണെന്ന് താമസിക്കുക. അത് ഞാൻ സ്ഥിരം പോകുന്ന വഴിയാണ്. ഈ വെള്ളയമ്പലത്ത് ഒരു പെട്രോൾ പമ്പുണ്ട്, അവിടെ പെട്രോൾ അടിക്കും. അത് കഴിയുമ്പോൾ നോക്കുമ്പോൾ അപ്പുറത്ത് റാവോസ് കോമ്പൗണ്ട് എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ റാവോസ് കോമ്പൗണ്ട് അത് ഇഷ്ടംപോലെ ഏക്കർ കണക്ക് സ്ഥലം കിടപ്പുണ്ട്. അതിൻ്റെ ബാക്കിൽ അവരുടെ തന്നെ ഒരു 3-4 ചെറിയ ക്വാർട്ടേഴ്സ് പോലെ ഉണ്ടായിരുന്നു. അപ്പം ഞാനൊരു ദിവസം ഈ റാവോസ് അദ്ദേഹം എൻ്റെ ഒരു സുഹൃത്താണ്, ഒരു പ്രായമുള്ള മനുഷ്യനാണ്. അപ്പോൾ ഞാനൊരു ദിവസം പാസ് ചെയ്തപ്പോൾ ഞാൻ ഈ വീട് കണ്ടപ്പോൾ എനിക്കിങ്ങനെ തോന്നി ഈ വീട് കൊള്ളായിരിക്കുമല്ലോ. ഞാൻ ഇത് നമ്മുടെ സുരേഷിനോട് പറഞ്ഞു, സുരേഷ് ഈ വീട് എങ്ങനെയുണ്ട്, നമുക്കൊന്ന് ആലോചിച്ചാൽ എന്താ എന്ന് പറഞ്ഞപ്പോൾ സുരേഷ് ഞങ്ങളെല്ലാം കോമൺ ആണ്, ഇതെല്ലാവരും ഉണ്ടാവും എപ്പോഴും. അപ്പോൾ ചർച്ച ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നമുക്കൊന്ന് പോയി ചോദിക്കാമെന്ന് പറഞ്ഞാൽ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഷൂട്ട് ചെയ്തു. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ രാമപുരത്തെ ഇവരുടെ വീടായിട്ട് നമ്മൾ ആ വീട്ടിലേക്ക് നമ്മൾ തീരുമാനിച്ച് ഉറപ്പിക്കുന്നത്. അതിൻ്റെ ബാക്കിലുള്ള ക്വാർട്ടേഴ്സാണ് ഇദ്ദേഹത്തിൻ്റെ മാമുക്കയുടെ ഒരു വീടായിട്ട് കാണിക്കുന്നുണ്ടല്ലോ, അത് തൊട്ടപ്പുറത്ത്. ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ സിറ്റിക്ക് മെയിൻ സിറ്റി വെള്ളയമ്പലത്ത് ആണ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് മനുഷ്യരെ പറ്റിച്ചിരിക്കുന്നത്. എന്താണ് ചെയ്തിരിക്കുന്നത്? ഈ 37 വർഷം മുമ്പുള്ള തിരുവനന്തപുരം നഗരം കൂടെയാണ്. അല്ല അന്നേ നല്ല ഡെവലപ്ഡ് ആണ്. എന്നാൽ പോലും ക്യാമറ വെച്ച് അതൊക്കെ ക്യാമറ വെച്ച് തന്നെ എടുക്കും. ബാക്കി അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയതിൻ്റെ ഒരു ഇതോ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ വെച്ച് നോക്കിയപ്പോൾ അവരെല്ലാം ഭംഗിയായിട്ട് തന്നെ അതെല്ലാം ഒപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പിന്നെ നമുക്ക് ഔട്ട്സൈഡ് പോകേണ്ടി വന്നത്, അല്ലെങ്കിൽ ഇതിനകത്ത് വെള്ളായണി, പിന്നെ അങ്ങോട്ട് പോയി ആര്യനാട്, ആ ഏരിയയിലാണ് നമുക്ക് അവസാനത്തെ ഫൈറ്റ് സീനാണെങ്കിലും പാട്ടിന് വേണ്ടി കിരീടം പാലമാണെങ്കിലും അതൊക്കെ നമ്മൾ വേറെ വ്യത്യസ്തമായ കുറേ സ്ഥലങ്ങൾ നമ്മൾ തപ്പിയെടുത്തു. ഈവൻ ശ്രീനാഥിൻ്റെ വീട് കാണിക്കുന്നതും ശ്രീനാഥിൻ്റെ റൈസ് മില്ല് കാണിക്കുന്നതും എല്ലാം സിറ്റിക്കകത്താണ് ആണല്ലേ? അതെ. ഈ പറഞ്ഞ ലൊക്കേഷൻ പോലെ തന്നെയാണ് കാസ്റ്റിങ്ങും. ഈ പറഞ്ഞ വലിയൊരു താരനിര, അന്നത്തെ പ്രഗത്ഭരായ എല്ലാവരും ഉണ്ടല്ലേ? അഭിനയത്തിന്റെ കുലപതികൾ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന എല്ലാവരും തന്നെ ഉണ്ട്. സുകുമാരൻ നായർ മുതൽ ഒട്ടുമുക്കാലും എല്ലാവരും തിരുവനന്തപുരത്ത്. അതെ അതെ, അതാണ് എടുത്തു പറയുന്നത്. ഇപ്പൊ തിക്കുറിശി സുകുമാരൻ നായർ ഉൾപ്പെടെ തിലകൻ, മുരളി, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ശങ്കരാടി, മാമുക്കോയ, കൊച്ചിൻ ഹനീഫക്ക. എനിക്കൊന്ന് പുറത്തുനിന്ന് വന്ന് താമസിച്ച ഹോട്ടലിൽ താമസിച്ചത് കൊച്ചിൻ ഹനീഫ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, മാമുക്കോയ, അങ്ങനെ ഒരു 4-5 പേരേ ഉള്ളൂ.
ബാക്കി എല്ലാവരും വീടുകളിൽ നിന്ന് വന്ന് shoot എല്ലാ ചെയ്ത്. വീടുകളിൽ നിന്ന് മോഹൻലാൽ ഉൾപ്പെടെ അതെ അതെ അതെ. മോഹൻലാൽ പാർവതി ഇവർക്ക് ആർക്കും തന്നെ റൂം എടുത്ത് കൊടുക്കേണ്ടി വന്നില്ല. പാർവതിയും ട്രിവാൻഡ്രത്തുകാരിയാണ്. അതെ, അതെ. ഞാൻ പാർവതിയുടെ പേര് പറയാൻ വിട്ടുപോയി. ഇവരൊക്കെ നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ ഉം. നമ്മൾ നോക്കുമ്പോൾ എന്താണ്, ഇവരൊക്കെ ട്രിവാൻഡ്രത്തുള്ളവരാണ്, നമ്മളോട് സഹകരിക്കുന്നവരാണ്, നമ്മൾ ഇഷ്ടമുള്ളവരാണ്, സ്നേഹമുള്ളവരാണ്. ഇവരുടെയൊക്കെ ഒരു കോപ്പറേഷനായിരുന്നു സത്യം പറഞ്ഞാൽ ആ പടം ഇത്രയും ചുരുങ്ങിയ ബഡ്ജറ്റിൽ ഞങ്ങൾക്ക് തീർക്കാൻ സാധിച്ചു, ചുരുങ്ങിയ ഡേയ്സിനുള്ളിൽ തീർക്കാൻ സാധിച്ചു. ഈ ഷൂട്ടിംഗ് സമയത്ത് എന്തെങ്കിലും ഓർമ്മകളുണ്ടോ, ഒരു ഇന്നും മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു ഒത്തിരി ഓർമ്മകൾ കാണും, എന്നാലും ഒരിക്കലും മറക്കില്ല എന്ന് ഉറപ്പുള്ള ഓർമ്മകൾ? എൻ്റെ മനസ്സിൽ ഇപ്പോൾ കിടക്കുന്നത്, കാരണം ഞാനൊക്കെ സാധാരണ കഴിയുന്നത് 10 മണിക്ക് കിടന്നുറങ്ങുന്ന ഒരാളാണ്. ഒരു ദിവസം ചാണക്യൻ്റെ ഷൂട്ടിംഗ് നടക്കുകയാണ്. അപ്പോൾ അവിടുന്ന് തിലകൻ ചേട്ടനെ നമ്മുടെ ഈ ലൊക്കേഷനിൽ സെറ്റിൽ കൊണ്ടുവന്നിട്ട് വേണം ഈ പറഞ്ഞ അദ്ദേഹവും കവിയൂർ പൊന്നമ്മയും തമ്മിലുള്ള ഒരു രാത്രി അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന, അവൻ വന്നോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു ആ സീക്വൻസ് എടുക്കണമെങ്കിൽ അമ്മ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. തിലകൻ ചേട്ടനില്ല, തിലകൻ ചേട്ടൻ അപ്പുറത്ത് ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഞാനാണ് അന്ന് ഈ പറഞ്ഞ ഞങ്ങളെല്ലാം ഡ്യൂട്ടീസ് എല്ലാം ഡിവൈഡഡ് ആണല്ലോ. അന്ന് രാത്രി ഇത് തിലകൻ ചേട്ടനെ പോയി വിളിക്കേണ്ടത് എൻ്റെ ഡ്യൂട്ടിയാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞത് ആ കുമാരപുരത്തുള്ള ഒരു വീടിൻ്റെ വാതിൽക്ക് പോയി ഇങ്ങനെ കെട്ടി കിടക്കുകയാണ്. കാരണം എന്താ പറയുക, അവിടെ ഷൂട്ടിംഗ് തീർന്നാലേ തിലകൻ ചേട്ടനെ കിട്ടുള്ളൂ. രാത്രി 1 മണി 2 മണിയും കണ്ടായി തിലകൻ ചേട്ടനെ കിട്ടിയപ്പോൾ. അവിടെ നിന്ന് പൊക്കി നേരെ ഈ മനുഷ്യനെ ഞാൻ ഈ നമ്മുടെ ലൊക്കേഷനിൽ കൊണ്ടുവന്ന് അവിടെ ഈ ഒരു രാത്രിയുള്ള ആ സീക്വൻസ് അങ്ങ് തീർക്കുന്നു. അപ്പം അങ്ങനെ ഓർക്കുമ്പോൾ ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരുന്നു, ഞങ്ങളുടെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം സിനിമയിൽ അല്ല, അത് തന്നെയാണ് ഒരു പ്രത്യേകത. സിനിമ എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയാണ്. അതെ, ഇന്നിപ്പോൾ ഓരോരുത്തർക്ക് ഓരോ സ്ഥാനമാണ്. എൻ്റെ റോൾ ഇതാണ്, ഞാൻ ഇന്നത് മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ കസേരയിൽ കാലിട്ടിരിക്കും. പക്ഷെ അങ്ങനെയല്ല ഇപ്പം താങ്കൾ പറയുന്നത്. അല്ല, ഞങ്ങൾ അന്ന് പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ഇന്നത്തെ പ്രൊഡ്യൂസേഴ്സും അന്നത്തെ പ്രൊഡ്യൂസേഴ്സും തമ്മിൽ വ്യത്യാസമുണ്ട്. അന്ന് ഞങ്ങളെല്ലാം ഫുള്ളി ഇൻവോൾവ് ആണ്. ഇത് ഞങ്ങളുടെ കൊച്ചാണ് എന്ന് പറയുന്നത് രാവിലെ മുതൽ വൈകിട്ട് വരെ ഉള്ള ഒരു ലൊക്കേഷനിൽ ഇരിക്കണമെങ്കിൽ ഞങ്ങൾ ഇരിക്കും. അല്ല, ഇന്ന് പൈസ മുടക്കുന്ന ആൾ മാത്രമായി മാറി. ഇന്ന് പൈസ മുടക്കി പ്രൊഡ്യൂസർ മിക്കാറും നമ്മൾ ആരെയും കാണാറില്ല. അപ്പം ആ ഒരു ഡിഫറൻസ് അന്നും ഇന്നുമായിട്ട് കിടപ്പുണ്ട്. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പിന്നെ അനവധി കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഞങ്ങൾ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ചെറിയൊരു ടെൻഷൻ അനുഭവിച്ചു. അത് കുറേ ഇൻ്റർവ്യൂസിൽ പറഞ്ഞിട്ടുള്ളതാണ്, എല്ലാവർക്കും അറിയാമെന്ന് എൻ്റെ വിശ്വാസം. അതായത് 2 ദിവസം മുമ്പ് വരെ നമ്മൾ ഈ കീരിക്കാടൻ ജോസിൻ്റെ ക്യാരക്ടർ ഫിക്സ് ചെയ്തിരുന്നത് തെലുങ്കിലുള്ള ഒരു നടനെയായിരുന്നു. പ്രദീപ് ശക്തി എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളി അതിന് മുമ്പ് മലയാളം ചാമരത്തെ നല്ല വില്ലനായിരുന്നു. അപ്പോൾ നമ്മൾ ഇയാളെ ഫിക്സ് ചെയ്ത് എല്ലാവരും സ്ക്രിപ്റ്റ് വായിച്ചതിന് ശേഷം ചോദിച്ച ഒറ്റ ചോദ്യത്രേ ഉള്ളൂ, ഇതിനകത്ത് ആരാണ് വില്ലൻ, ആരാ റോൾ ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പ്രദീപ് ശക്തി എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് യാതൊരു എതിരുമില്ല, കാരണം കറക്റ്റ് ആ ക്യാരക്ടറിന് കറക്റ്റാണ്. അങ്ങനെ ഞങ്ങൾ തുടങ്ങുന്ന 2 ദിവസം മുമ്പ് വരെ ഈ പറയുന്ന ഇദ്ദേഹത്തിനെ തപ്പി നോക്കി. ഇദ്ദേഹം ഹൈദരാബാദിൽ എവിടെയാണ്, വിളിച്ചിട്ട് ഫോണിൽ കിട്ടുന്നത്. അന്ന് ഈ മൊബൈലൊന്നും ഇല്ല. അപ്പോൾ ട്രേസ് ചെയ്യാം, ട്രങ്ക് ബുക്ക് ചെയ്ത് വിളിക്കുമ്പോൾ ഭാര്യ പറയും, തെലുങ്കിലൊക്കെ പറയും, എവിടെ പോയി, വന്നിട്ടില്ല ഷൂട്ടിംഗ് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അവർക്ക് പോലും കൃത്യമായിട്ട് ആൻസർ വരാത്തതുകൊണ്ട് അവസാനം നമ്മൾ മാറ്റി ചിന്തിക്കേണ്ടി വന്നു. അങ്ങനെ മാറ്റി ചിന്തിച്ചതാണ് അവസാനം ലാസ്റ്റ് മിനിറ്റിൽ കലാധരൻ എന്ന് പറയുന്ന നമ്മുടെ അസോസിയേറ്റ് ഒരു സജഷൻ പറഞ്ഞിട്ട് അത് മുഖേന വന്നതാണ് ഈ കീരിക്കാടൻ ജോസ് മോഹൻരാജ്. അത് വലിയൊരു ഭാഗ്യമായിരുന്നു. കാരണം ഇന്ന് മോഹൻരാജ് എന്നല്ല അദ്ദേഹം അറിയപ്പെട്ടത്, മോഹൻരാജ് എന്ന് ആർക്കും അറിയില്ല, ക്യാരക്ടറിന്റെ നെയിമിൽ അറിയപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ്. നോക്കുമ്പോൾ അത്രയും അജാനബാഹു ഒരു മനുഷ്യൻ. അത് കഴിയുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി, ഈ വില്ലത്തരത്തിന് കറക്റ്റാണ് അദ്ദേഹത്തിൻ്റെ ലുക്ക്. അങ്ങനെ അദ്ദേഹത്തിനും വലിയൊരു സ്റ്റാർട്ടായി. അപ്പോൾ അതൊരു പടത്തിൻ്റെ ഒരു ഓർക്കുമ്പോൾ നമുക്ക് എന്നും മറക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ്. കാരണം ലാസ്റ്റ് മിനിറ്റ് വരെ ടെൻഷൻ അടിച്ചു എന്നുള്ളത് അത് വലിയ കാര്യമാണ്. പിന്നെ അതിനകത്ത് പറയാനായിട്ട് കുറേ രസകരമായ അനുഭവങ്ങളും ഉണ്ടായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ജഗതി ഇതുമാതിരി മോഹൻലാൽ അവിടെ ഒരു സോഡ നാരങ്ങ പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴേക്കും ജഗതി ഇങ്ങനെ നടന്നു വരും. പീതാംബരൻ എന്ന് പറഞ്ഞ ഒരു ജൂനിയർ ആർട്ടിസ്റ്റാണ്. അദ്ദേഹം അവിടുന്ന് നാരങ്ങ വെള്ളമൊക്കെ കലക്കി ഒരു ഡയലോഗെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ജഗതി നടന്നു വരുന്നത്. ജഗതി നടന്നു വന്നതിന് ഇത് ലാലിന് ഇത് കൊടുക്കാൻ പോകുമ്പോഴേക്കും അത് നേരെ തട്ടിപ്പറിച്ച് മാറ്റി എന്നൊക്കെ പറഞ്ഞ് ജഗതി കുടിച്ചതിന് ശേഷം അത് പിന്നെ അവിടെ പുള്ളിയുടെ കിടന്നൊരു പരാക്രമമുണ്ട്. അപ്പോൾ ഈ ഡയലോഗ്സ് എല്ലാം പറയുന്നതിനിടയിൽ എവിടെയെങ്കിലും ഒരു ചെറിയ സാധനം തെറ്റിക്കഴിഞ്ഞാൽ റീടേക്കാണ്. അപ്പോൾ ഈ പീതാംബരൻ 2-3 പ്രാവശ്യം തെറ്റിച്ചു. പീതാംബരൻ കാരണം അത്ര എക്സ്പീരിയൻസ് അല്ലല്ലോ. പീതാംബരൻ 2-3 പ്രാവശ്യം തെറ്റിച്ചപ്പോൾ ഇത്രയും ആക്റ്റീവ് വെള്ളം കുടിച്ച് ജഗതി വല്ലാത്ത അവസ്ഥയിലായി. ജഗതി ഒരു റിയാക്ട് ചെയ്യുകയും ചെയ്തു. അല്ല, പുള്ളി ഒരു തമാശ മട്ടിലൊരു നോട്ടം നോക്കി. കാരണം അവർ തമ്മിൽ കുറേ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ്. ഈ ഷൺമുഖം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരുമാതിരി എല്ലാ പടത്തിലും ഈ ജഗതി പീതാംബരൻ ഉണ്ടാവും. അങ്ങനെ ഈ പീതാംബരനോട് സ്നേഹമായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും.
ഇതെല്ലാം കണ്ട് ഞങ്ങൾ ചിരിക്കുന്നുണ്ടെങ്കിലും മനസ്സിന്റെ വിഷമം. കാരണം ഓരോ റീല് നമ്മുടെ ഫിലിം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ പോലെ മറ്റേ ഡിവൈസ് അല്ല. അതല്ല റീടേക്ക് എടുക്കുമ്പോഴേക്കേ ഉണ്ടല്ലോ, അപ്പോൾ ക്യാമറമാൻ പറയും, ഡയറക്ടർ പറയും, എല്ലാവർക്കും ഒരു വിഷമം വരും. അങ്ങനെ അവസാനം എന്ത് പറ്റി, അവസാനം ടേക്ക് കറക്റ്റായി. ആ ടേക്കാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ അതിന് ജഗതി കുറച്ച് ബുദ്ധിമുട്ടി. ബാക്കി രണ്ടുപേർക്ക് അഭിനയിച്ചാൽ മാത്രം ഇത് കലക്കി കൊടുക്കുന്നു, ലാല് 2 ഡയലോഗ് പറയുന്നത്, ഇത്രയേ ഉള്ളൂ അതിനകത്ത്. പക്ഷേ ജഗതി ഇതൊരു എൻ്റെ ഓർമ്മ ശരി 2 or 3 ഗ്ലാസ് കുടി, അതും എല്ലാം നാരങ്ങ ഉപ്പ് ഒക്കെ ഇട്ട് കുടിച്ച്. ഇത് ഈ പറഞ്ഞതുപോലെ ഈ സിനിമ ഓണത്തിന് മുമ്പാണ് റിലീസ് ചെയ്യുന്നത് അല്ലേ? ജൂലൈ 7 ജൂലൈ 7 ആയിരുന്നു. പക്ഷേ ആ പ്രാവശ്യം ഓണത്തിന് ഇറങ്ങിയ സിനിമകൾക്കൊപ്പം തന്നെ കിരീടം നിറഞ്ഞു നിന്നു. ഒപ്പമല്ല, ഓവർടേക്ക് ചെയ്ത് പോയി. 125 ദിവസം സിനിമ ഓടി എന്നുള്ളതാണ്. അത് 125 ദിവസം എന്ന് പറയുമ്പോൾ മാസം എത്രയായി? 4 മാസം സിനിമ ഓടി. അപ്പോൾ ഓണമൊക്കെ കവർ ചെയ്ത് പോയി. അപ്പോൾ ഓണപ്പടങ്ങളെയും ശരിക്കും പറഞ്ഞാൽ കമ്പീറ്റ് ചെയ്തുകൊണ്ട് കിരീടം വിജയിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്ന ഈ ബോക്സ് ഓഫീസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അന്ന് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ഹിറ്റ് തന്നെയായിരുന്നു അല്ലേ? ആണ്, തീർച്ചയായിട്ടും. അതൊരു 100 ദിവസം നല്ല ഒരു ഫുൾ ആയിട്ട് തന്നെയാണ് പടം പോയിക്കൊണ്ടിരുന്നത്. പിന്നെ അധികം നാച്ചുറലി ആദ്യ ദിവസം മുതൽ തന്നെ പോസിറ്റീവ് റിപ്പോർട്ട്സ് ആയിരുന്നു. ഭയങ്കര റിപ്പോർട്ട്സ് ആയിരുന്നു. നല്ല ആ ഒരു സാധനം. കാരണം എനിക്ക് തോന്നുന്നു ഈ പടത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു എലിമെൻ്റ് എന്ന് പറഞ്ഞാൽ, ആദ്യം നിങ്ങൾ ആ പടം നോക്കുകയാണെങ്കിൽ അതിനകത്തൊന്നും ഒരു വിധത്തിലുള്ള ഒരു ഫൈറ്റോ അല്ലെങ്കിൽ ഒന്നുമില്ല. അത് അവിടെ ഒരു ക്ലീൻ മൂവി, ഒരു കുടുംബം, അവിടെ ഈ പറഞ്ഞൊരു പോലീസുകാരനാകുന്നു, അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഹൈലൈറ്റ് ചെയ്ത്. അതിൻ്റെ ഒരു മാറ്റം വരുന്ന എപ്പോഴാണ്? സെക്കൻഡ് ഹാഫിൽ. പക്ഷേ സെക്കൻഡ് ഹാഫ് മുതലാണെങ്കിൽ പോലും അതിന് ചെറിയൊരു പിരിമുറുക്കം തുടങ്ങുന്നത് എവിടെയാണെന്നറിയാമോ? ഇവിടെ അമ്പലമുക്ക് ജംഗ്ഷനിലാണ് അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അമ്പലമുക്ക് അത് ഒരു ചെറിയ മാരുതി കാറുണ്ട്, KBV 629 എന്ന് പറയും. അതെൻ്റെ കാറാണത്. അപ്പോൾ കാർ അഭിനയിച്ചു അതിനകത്ത്. അപ്പോൾ ആ കാറ് കൊണ്ട് ഇട്ടിരിക്കുമ്പോഴേക്കും MLA യുടെ മകൻ വന്നിട്ട് തിലകൻ അയാളെ അടിക്കുന്ന ഒരു സീൻ അതൊക്കെ തുടക്കത്തിലുണ്ട്. അവിടെ മുതൽ ചെറിയ പിരിമുറുക്കം ഇടയ്ക്കിടയ്ക്ക് ഇട്ടിട്ട് പോകുന്നുണ്ട്. സ്ക്രിപ്റ്റിൻ്റെ ഒരു വലിയ ഒരു മഹിമയായിരുന്നു ഞാൻ കണ്ടത്. കാരണം വെച്ചാൽ ഒരിക്കൽ പോലും ബോറടിക്കാതെ ആ ഒരു സ്ക്രിപ്റ്റ് എൻ്റർടൈനിങ് ആയിരുന്നു. അതിനിടയ്ക്ക് കുറേ തമാശയുണ്ട്. രാമുപുരത്ത് വന്നു കഴിയുമ്പോഴേക്കും ജഗദീഷിൻ്റെയും മണിയമ്പിള്ള രാജുവിൻ്റെയും തമാശയുണ്ട്. അതിനിടയ്ക്ക് കൊച്ചിൻ ഹനീഫ് വരുമ്പോൾ അത് വേറെ തമാശ. ഹനീഫയുടെ ക്യാരക്ടർ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഈ പിന്നീട് മിമിക്രിക്കാരൊക്കെ സ്ഥിരം കാണിച്ചു തുടങ്ങിയത് ഈ ഒരു ക്യാരക്ടർ എടുത്തിട്ടുണ്ട്. ഉണ്ട്. ഞാൻ ഈ പടത്തിൽ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇതിനകത്ത് നിങ്ങളെല്ലാം ശ്രദ്ധിച്ച് കാണും, കീരിക്കാടൻ ജോസിനെ എപ്പോഴാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? കുറേ കഴിഞ്ഞിട്ടേ ഉള്ളൂ. തുടക്കം മുതലേ കീരിക്കാടൻ ജോസ് എന്ന് പറയുന്നു. പക്ഷേ കീരിക്കാടൻ ജോസ് ആണെന്ന തോന്നൽ വരുത്താൻ വേണ്ടി നമ്മൾ ആദ്യം വിചാരിക്കുന്നത് എന്താണ്, ആ ജോണി വരുമ്പോൾ ജോണിയാണ് കീരിക്കാടൻ വിചാരിച്ചു. അങ്ങനെയാണ് ആ സ്ക്രിപ്റ്റ് പോയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു ആ കാരണത്തിൽ ഇരുന്നിട്ട് പുള്ളി ഒരു ചെറിയ ബാക്കിലോട്ടൊരു നോട്ടമുണ്ട്. അവിടെ കുറച്ച് ശ്രദ്ധിക്കുന്നവർക്ക് മനസ്സിലാവും ഇയാളല്ല എന്ന് അവിടെ വേണമെങ്കിൽ ചിന്തിക്കാം. എന്നല്ലാതെ ഇയാൾ വന്നതിന് മുമ്പ് അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ട്, എല്ലാം ഇയാൾ തന്നെയാണ് കിരിക്കണം എന്നാണ് എല്ലാവരും വിചാരം. ആ സമയത്താണ് ഈ മറ്റേ ഫൈറ്റ് നടക്കുമ്പോഴേക്കും ഇൻ്റർവെൽ പഞ്ചിന് മുമ്പായിട്ട് വന്ന് ഒരു ചവിട്ടി ഔട്ടുന്നത് ക്യാമറ കാണിക്കുമ്പോഴേക്കും ഇതാണ് കീരിക്കാടൻ ജോസ്. അപ്പോൾ അത്രയും മനോഹരമായിട്ടാണ് ശരിക്കും കീരിക്കാടൻ ജോസിനെ ആദ്യം ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവന്ന് അദ്ദേഹത്തിനെ ഒരു ഇൻ്റർവെൽ സമയത്തേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ ഒരു വരവ് ശരിക്കും പറഞ്ഞാൽ. അതൊക്കെ ആ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിൻ്റെ ഏറ്റവും വലിയൊരു മഹിമയായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇന്നും മലയാളത്തിലെ മികച്ച ക്ലൈമാക്സുകളിൽ ഒന്നായി പറയപ്പെടുന്ന ഒരു സിനിമ തന്നെയാണ് കിരീടം. അതിൻ്റെ ഒരു ക്ലൈമാക്സ് അത്രയും ഒരു അഭിനയത്തിൻ്റെ ഇത് നോക്കുകയാണെങ്കിലും അത് ഷൂട്ട് ചെയ്തിരിക്കുന്ന സംവിധായകൻ്റെ മികവ് നോക്കുകയാണെങ്കിലും ഒക്കെ പെർഫെക്ഷൻ്റെ അങ്ങ് ഏറ്റമാണ്. ഇനി അതിനപ്പുറം ഒരു പെർഫെക്ഷൻ ഇല്ല. പെർഫെക്ഷൻ എന്ന് പറഞ്ഞ വാക്കിന് ഒരു സൂപ്പർലെറ്റീവ് ഉണ്ടെങ്കിൽ അതും കടന്നിട്ടാണ് അത് നിൽക്കുന്നത്, എല്ലാ മേന്മയും കൊണ്ട്. ശരിക്കും അതിൻ്റെ ഒരു അനുഭവം കൂടെ ഒന്ന് പറയാമോ? ക്ലൈമാക്സ് ഷൂട്ടിൻ്റെ അരിനാട് സത്യം പറയാമല്ലോ. കാരണം ഞാൻ പറഞ്ഞ കെൽട്രോണിൽ ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അന്ന് എൻ്റെ കെൽട്രോണിലെ കുറേ ട്രക്കുകൾ എല്ലാം ഇൻ്റർസ്റ്റേറ്റ് പോകേണ്ട ഒരു ഈ സ്റ്റെബിലൈസേഴ്സിൽ അയക്കുന്ന ഡ്യൂട്ടിയൊക്കെ എനിക്കായിരുന്നു. കറക്റ്റായിട്ട് ആ ദിവസം ആ ഡ്യൂട്ടി എനിക്ക് ഉണ്ടായിരുന്നുണ്ട്. എനിക്ക് ഓഫീസ് വിട്ടു പോകാൻ പറ്റില്ല. ഞാൻ ഇത് നേരിൽ കാണാനുള്ള ഭാഗ്യം പ്രൊഡ്യൂസറായി എനിക്ക് കിട്ടിയില്ല എന്നുള്ളതാണ്. പക്ഷേ ഇങ്ങനെ ടെൻഷനിലായിരുന്നു. കാരണം നമ്മുടെ ക്ലൈമാക്സ് നമുക്കറിയാം അത് അത്ര മനോഹരമായിരിക്കും, മോഹൻലാലാണ് അഭിനയിക്കുന്നത്. പക്ഷേ അത് സ്ക്രീനിൽ വെച്ചുള്ള ആ ഒരു സംഭവം കണ്ട നിങ്ങളോട് ഞാൻ പറയുകയാണ്, അത് മോഹൻലാലിൻ്റെ ഒരു മിടുക്ക് കൊണ്ട് മാത്രമാണ് ആ ക്ലൈമാക്സ് ഇത്രയും നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നത്. പിന്നെ എടുത്തു പറയേണ്ടത് തിലകൻ്റെ ആ ഒരു കത്തി താഴിടുക എന്ന് പറയുന്നത്, അത് ആ മോഡുലേഷൻ തന്നെ അദ്ദേഹം തന്നെ പറഞ്ഞ നാല് വെറൈറ്റിയിലാണ് അദ്ദേഹം മോഡുലേഷൻ പറഞ്ഞിരിക്കുന്നത്. അതൊരു സാധാരണ നടന് ചിന്ത പോവില്ല.
മോഹൻലാൽ ഇതുവരെ എന്തുകൊണ്ട് അത് അദ്ദേഹം ഇംപ്രവൈസ് ചെയ്തതാണല്ലേ? ആണ് അദ്ദേഹം ചെയ്തതാണ്. അതൊക്കെ അവരൊക്കെ ഒരു മാസ്റ്റർ ക്രാഫ്റ്റ്സ്മെൻ ആണ്. അവർക്കറിയാം കിട്ടുന്ന സാധനത്തിനെ എങ്ങനെ മനോഹരമാക്കാം, അത് എന്ത് ചെയ്താൽ, അത് ഏത് ടോണിൽ പറഞ്ഞാൽ എന്നുള്ളത് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ് തിലകൻ ചേട്ടൻ. അപ്പോൾ തിലകൻ ചേട്ടൻ അത് അവതരിപ്പിച്ചു. അതിൻ്റെ കൂടെ തന്നെ ലാലിൻ്റെ ഈക്വലായിട്ടുള്ള ആ ഒരു റെസിപ്രൊക്കേഷൻ ആ ഒരു ഓരോ സ്ഥലത്തും അദ്ദേഹം കൊടുത്ത, കാരണം മറ്റത് മരിച്ചു കിടക്കുന്നു എന്ന് കണ്ട് ഇങ്ങനെ ഒരു നോട്ടം നോക്കിയിട്ട് കത്തിയെടുക്കുന്നതും അവിടെ ചവച്ചുകൊണ്ടിരിക്കുന്നതും ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ കൈ നിട്ടതാണ്. ഇതൊന്നും ഡയറക്ടറോട് ചോദിച്ചിട്ടോ എന്നോ ചെയ്യുന്നൊന്നുമില്ല. ജസ്റ്റ് ഒരു സജഷൻ ചോദിക്കും, ഞാനിങ്ങനെ ചെയ്താൽ കുഴപ്പമുണ്ടോ എന്നല്ലാതെ ലാലിൻ്റെ കയ്യിൽ നിന്നുള്ള ഒരു കയ്യിലിട്ട് ഒരു സംഭവമാണ് നമ്മൾ ഈ ക്ലൈമാക്സിൽ ഇതൊക്കെ കണ്ടത്. പിന്നെ അതിനകത്ത് ഫൈറ്റ് എന്ന് പറയുന്നത് സിബി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ക്യാമറയും കൊണ്ട് അവരുടെ പുറകെ പോയിന്നേ ഉള്ളൂ. ബാക്കി ചെയ്തിരിക്കുന്ന പോലെ ഈ 2 ആർട്ടിസ്റ്റുകളാണ്. മോഹൻലാലാണ് കമ്പോസ് ചെയ്തത്. മോഹൻലാൽ തന്നെയാണ് തന്നെത്താനെ അവിടെ വീഴുന്നു. അതിന് ഒരു സ്ഥലത്ത് ശരിക്കും പറഞ്ഞാൽ ചെളിയിൽ തെന്നി പോകുന്നുണ്ട്. അതൊക്കെ ഒറിജിനലാണ്. അവിടെ ഒറിജിനലായി അവിടെ കട്ട് പറഞ്ഞില്ല. അവിടെ നേരെ സ്ട്രെയിറ്റ് അവേ കണ്ടിന്യൂ ചെയ്ത്. കൊറിയോഗ്രാഫിക്ക് വേറൊരാളില്ലായിരുന്നു. ആളുണ്ട്, പക്ഷെ എന്നാൽ പോലും മോഹൻലാലിന്റെ ഒരു മിടുക്ക് കൊണ്ടാണ് ഇത് നാച്ചുറൽ ഫൈറ്റ് ആയിട്ട് മാറിയത്. നമ്മളല്ലാതെ ഇതിനകത്തൊരു വ്യത്യസ്ത സ്റ്റൈലിലാണ് ഈ പറഞ്ഞ ഫൈറ്റ് എല്ലാം ചെയ്തിരിക്കുന്നത്. അത് ഞാനത് ഇപ്പൊ ഓർക്കുന്നു. കാര്യം അയ്യപ്പനും കോശിയും സിനിമ വന്നപ്പോ സച്ചി പറഞ്ഞ ഉദാഹരണം ഇതാണ്. എനിക്ക് വേണ്ടത് കിരീടത്തില് അവര് ചെയ്ത പോലത്തെ സ്റ്റണ്ടാണ് ബിജു മേനോനും പൃഥ്വിയും കൂടെ ചെയ്തിരിക്കുന്ന സ്റ്റണ്ട് ചെയ്തിരിക്കുന്നത്. ശരിക്കും അതിന്റെ ഒരു ഇൻസ്പിറേഷൻ ഇതാണെന്ന് സച്ചി ഞാൻ കണ്ടിട്ടുണ്ട്. അതെ. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴേക്ക് ഈ പടത്തിനകത്ത് പലതും മോഹൻലാലിന്റെ ഒരു മേന്മ കൊണ്ട് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഈ പടം ഇത്ര ഹൈലൈറ്റ് ആയിട്ട് വന്നത്. ഞാൻ എപ്പോഴും പറയും, ഈ മണിച്ചിത്രത്താഴിലാണ് ഈ ഡ്യുവൽ പേഴ്സണാലിറ്റിയെ കുറിച്ച് വളരെ വിശദമായിട്ടൊക്കെ പ്രതിപാദിക്കുകയും ശോഭനയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടുകയും. അതിനു മുമ്പ് തന്നെ ലാലേട്ടൻ ഇത് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് ഈ കിരീടം സിനിമയിലാണ്. കാര്യം സിനിമ തുടങ്ങുമ്പോൾ നമുക്കറിയാം തലകുത്തനെ നിന്ന് അഭ്യാസം കാണിച്ചു നിൽക്കുന്ന സാധാരണക്കാരനായ ഒരു വ്യക്തി പോലീസ് ആവാൻ മോഹിച്ചിട്ട്. പക്ഷെ സിനിമ തീരുന്ന സ്ഥലത്ത് അദ്ദേഹത്തിന്റെ ഒരു ഭാവമാറ്റം മറ്റൊരു വ്യക്തിയായി. അവിടെയാണ് ആ പറഞ്ഞ ദ്വന്ദ്വ വ്യക്തിത്വം, ഒരു ഇരട്ട വ്യക്തിത്വം കൃത്യമായിട്ട് അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. അല്ല, ഇതിനകത്ത് നമ്മൾ ആലോചിച്ചെടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് ആ സ്ക്രിപ്റ്റിൽ ലോഹിയെ നമ്മൾ എത്ര പൂജിച്ചാലും മതി വരില്ല. കാരണം ഇതിനകത്ത് ഒരു വാക്ക് പോലും എടുത്ത് മാറ്റാനില്ല. പിന്നെ ഈ തെമ്മാടി എന്നൊരു വാക്ക് നമ്മളൊന്ന് ശ്രദ്ധിച്ചറിയാം. ആദ്യം ഈ പറഞ്ഞ പോലെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് തന്നെ തെമ്മാടി എന്ന് പറഞ്ഞത് തെമ്മാടിയാണ് കൊച്ചുമോനെ പറയുന്നുണ്ട്, അത് യദുവിനെ പറയുന്നുണ്ട്. ഇതേപോലെ തന്നെ മോഹൻലാൽ ഇതുമാതിരി വേറെ ഏതോ സീക്വൻസിൽ മോഹൻലാൽ എടുത്ത് പറയും തെമ്മാടി. അത് തമാശ മട്ടിൽ മോനെ ഒരു സ്നേഹിച്ചുകൊണ്ട് ലാളിച്ചുകൊണ്ട് ആണ് ഈ തെമ്മാടി പറയുന്നത്. പക്ഷേ ഇതേ തിലകൻ തന്നെ ഈ തെമ്മാടി എന്നുള്ള വാക്ക് പിന്നീട് ഉപയോഗിക്കുന്നത് തെമ്മാടികൾക്കുള്ള വീടല്ല ഇത് എന്ന് പറയുന്നത്. അവിടെ റൈറ്റർ ബ്രില്യൻസ് ആണ് ഭയങ്കര. കാര്യം ഈ തെമ്മാടിയുടെ തന്നെ അർത്ഥം മാറി 2 സ്ഥലത്തും. ഇവിടെ ഭയങ്കര സ്നേഹത്തോടെ പറഞ്ഞ് രണ്ടാമത്തേൽ പറഞ്ഞിരിക്കുന്നത് വേറെ തലത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെ ഓരോ വാക്കിലും ഓരോ വരിയിലും, പിന്നെ ലാലൊക്കെ പറയുന്നത് എൻ്റെ ജീവിതം എൻ്റെ കൈവിട്ട് പോവുകയാണ് എന്നൊക്കെ പറയുന്നത്, അതൊക്കെ സാധാരണഗതിയിൽ ആരും മനസ്സുകൊണ്ട് പറഞ്ഞു പോകുന്ന ഡയലോഗാണ്. അല്ല, ഒരുപാട് യുവാക്കളുടെ ഒരു റെപ്രസെന്റേഷൻ കൂടിയാണ് അതിലെ ലാലേട്ടൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത്. ഇതുപോലെ ജീവിതത്തിൽ പലതും നേടാൻ വേണ്ടി ആഗ്രഹിച്ചിട്ട് ഒന്നും ആവാതെ പോയി ഒരുപാട് പേരുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറഞ്ഞു, ഈ സിനിമ ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്നത് ന്യൂ ജെൻ പിള്ളേർക്ക് വേണ്ടിയിട്ടാണ്. കാരണം ഈ പഴയ ബന്ധങ്ങൾ എന്തായിരുന്നു എന്നവർ കാണണം. ഒന്ന്, കാരണം ഈ അച്ഛനും മകനും അമ്മയും മകനും അല്ലെങ്കിൽ ബ്രദർ സിസ്റ്റർ എല്ലാം തന്നെ ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു വ്യക്തത ഇതിനകത്ത് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ഒരു കുടുംബം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. പിന്നെ ചിലപ്പോൾ സോഷ്യൽ മെസ്സേജ് ഒരു വളരെ കാര്യമായിട്ടുള്ള മെസ്സേജ് ഉണ്ട്. ഇപ്പോൾ ഒരു മോന് ഒരു ദുർഘട നിമിഷത്തിൽ പോലും അച്ഛൻ അടിച്ചു പോകുന്നുണ്ട്, ജയിലിൽ പോയിട്ട് അടിക്കുന്നുണ്ട്. അടിച്ചതിന് ശേഷം പിന്നീട് വരുന്നത് ചോറും പൊതിയായിട്ടാണ് അവനെ എന്ന് പറഞ്ഞിട്ട് ഇത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു അച്ഛൻ്റെ വേദന മനസ്സിലാക്കുന്നുണ്ട് മകൻ്റെ വേദന മനസ്സിലാക്കുന്ന അച്ഛൻ. ഇതൊക്കെ ആ ബന്ധങ്ങൾക്കൊരു വില ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ആ കാലത്ത് നമ്മൾ കാണിച്ചിട്ടുണ്ട്. അന്നത്തെ കാലത്ത് അത് അക്സെപ്റ്റ് ചെയ്തു. ഇന്നത്തെ കാലത്ത് പിള്ളേർക്ക് ശരിക്കും പറഞ്ഞാൽ അത് ഉണ്ടാവണമെന്നില്ല. എൻ്റെ തോന്നലാണ് ഞാൻ പറയുന്നത്. കാരണം ഇന്നത്തെ കുട്ടികൾ എന്ന് പറയുന്നത് ഇന്ന് ഒന്നാമത് ഒരു മകനെ തല്ലാൻ പറ്റില്ല, തൊടാൻ പോലും പോട്ടെ, വഴക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതൊരു സിറ്റുവേഷൻ ഡിഫറെൻ്റാണ് ഇന്ന്. പിന്നെ മാത്രമല്ല, നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും ശരി, ഈ കുട്ടികൾ ഇന്ന് വളരെ എനിക്ക് തോന്നുന്നു അവർ വളർന്നു വരുന്ന അവരുടെ സാഹചര്യം ഉണ്ടാകാം, അവർ ഡിഫറെൻ്റ് അറ്റ്മോസ്ഫിയറിലാണ്. അവർ കുറച്ചുകൂടെ ഈ ഫ്രണ്ട്ലിയാണ് അച്ഛനും അമ്മയുടെ അടുത്തൊക്കെ. ഒരു വിധത്തിൽ നല്ലതാണ്. അവർക്ക് അച്ഛനെയും അമ്മയും പേടിയില്ല. ഇന്ന് എൻ്റെ മക്കൾ തന്നെ
അച്ഛാ അവയോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയാണ് വരുന്നത് തന്നെ. അവരല്ലാതെ അച്ഛനെ കണ്ടു കഴിയുമ്പോൾ പേടിച്ച് മാറി അവർ പല തീരുമാനങ്ങളും എടുത്തിട്ടാണ് അച്ഛനമ്മമാരോട് പറയുന്നത് പോലും. അതെ, ഞങ്ങൾ ഇങ്ങനെ ഒരു കാര്യം എടുത്തിട്ടുണ്ട്, നിങ്ങൾ കൂടെ നിൽക്കണം എന്നൊക്കെ അല്ലേ പറയാറുള്ളത്. അത്ര എൻ്റെ മക്കൾ. പണ്ട് നമ്മളൊക്കെ അങ്ങോട്ട് പോയി പെർമിഷൻ ചോദിക്കുകയാണ്, ഇങ്ങനെ ചെയ്താൽ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. അല്ല, ഇതിനകത്തെ കല്യാണത്തിൻ്റെ കാര്യം ഞാൻ പറയാൻ വന്നതാണ്. അതായത് ഇതിനകത്ത് ശങ്കരാടി വന്നിട്ട് പറയുന്നുണ്ടല്ലോ, അയാൾ ഇത്രയും നാൾ നോക്കിയപ്പോഴേക്കും ഇതൊരു SI ആകാൻ പോകുന്ന എൻ്റെ മരുമകനെയാണ് ഞാൻ കെട്ടിക്കാൻ പോകുന്നത് തോന്നലാണ് പുള്ളി എസ് പറഞ്ഞിരുന്നത്. പക്ഷേ ഒരു സാഹചര്യമെല്ലാം മാറി ഇദ്ദേഹം ഒരു ഗുണ്ടയുടെ തലത്തിലേക്ക് മാറുന്നു. ഇവിടെ വരുമ്പോഴേക്കും അയാളെ എങ്ങനെ സ്വന്തം മോളെ കെട്ടിച്ചു വിടുന്നത്? അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം എന്ന് പറയുന്നുള്ളൂ, ഇപ്പോൾ വേറെ കല്യാണ പ്രപ്പോസലൊക്കെ വന്നു തുടങ്ങി എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത് ആ സമയത്ത് ഏറ്റവും വലിയൊരു കാര്യമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അത് അങ്ങനെ ഏത് അച്ഛനും ചെയ്യുള്ളൂ. അവിടെ തിലകനും പറയുന്നത് എന്താ, നിങ്ങൾക്ക് അതാണ് നല്ലതെന്ന് തോന്നുന്നത് നിങ്ങളത് ചെയ്യുക, അതായത് ചെയ്യേണ്ടത് എന്ന് തിലകൻ പറയുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ അച്ഛനാണെങ്കിലും ബന്ധങ്ങൾക്കുമുള്ള വില എന്താണെന്ന് അവിടെ വളരെ വ്യക്തമായിട്ട് വരും. ചില തീരുമാനങ്ങൾ അങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ്. ആണ്, അത് കറക്റ്റായിരുന്നു. അതുകൊണ്ട് എന്താ പാർവതി കല്യാണം കഴിച്ച് സുഖമായിട്ട് പോയില്ലേ. പിന്നെ ഈ പാർവതിയുടെ കേസ് പറയുമ്പോൾ പണ്ട് അതിനെപ്പറ്റി ഒരു വലിയ ട്രോളൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് എന്നെ സംബന്ധിച്ചാണ്. കല്യാണം കഴിക്കാൻ അത് തന്നെ, അതൊക്കെ സംഭവം നടന്നു എന്നുള്ള സത്യാവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അമ്പലത്തിൽ ഇവർ കല്യാണം കഴിഞ്ഞ് നടന്നു പോകുന്നു. പാർവതിയുടെ ചെറുക്കൻ നടന്നു പോകുന്നു. ഇത് ദൂരെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോട്ടുണ്ട്. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി ലാലി ഇങ്ങനെ നിൽക്കുമ്പോൾ അപ്പോൾ ഈ കൈ പിടിച്ച് പോകുന്നത് മാത്രം കാണിച്ച് മാലയൊക്കെ ഇട്ട് അങ്ങ് നടന്നു പോകണം, അത്രയേ ഉള്ളൂ. അപ്പോൾ സിബിക്ക് തോന്നിയത് റോൾ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് വ്യക്തി ഞാൻ തന്നെയാണ്, വേറെ പുറത്തുനിന്ന് ആരെയും വിളിക്കണ്ടല്ലോ. അപ്പോൾ എൻ്റെ തലേന്ന് എന്നോട് പറയാം, അപ്പോൾ ദിനേശേ നാളെ ഒരു വൈറ്റ് ജുബയും മുണ്ടൊക്കെ എടുത്തങ്ങ് പോരെ, നാളെ കല്യാണം ചെറുക്കനാണ്, പാർവതി കെട്ടുകയാണെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഏതായാലും വേറെ ഇതിനകത്ത് ക്യാമറ ഫേസിങ്ങോ ഡയലോഗ് പറയേണ്ട ഒന്നും വേണ്ട, നടന്നു പോയാൽ മതിയല്ലോ, ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ ഷൂട്ടൊക്കെ കഴിഞ്ഞ് അന്ന് രാത്രി എനിക്കൊന്ന് വീട്ടിൽ പോയതൊരു 9:30-10 മണി എന്തോ ആയി. അപ്പോഴേക്കും എൻ്റെ ഭാര്യ ജസ്റ്റ് കിടന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഉറക്കത്തിൽ ഞാൻ വിളിച്ചെണീപ്പിച്ചു ഞാൻ പറയാം, അപ്പോഴേ നാളെ രാവിലെ എനിക്ക് നേരത്തെ പോകണം, അമ്പലത്തിൽ ഞാൻ പാർവതിയെ കല്യാണം കഴിക്കാൻ പോവുക. ഭാര്യ ഉറക്കത്തിൽ കണ്ടു ഇത് തുറന്ന് ഇതാണ് കേൾക്കുന്നത്. അതും പൊതുവേ സിനിമ എന്ന് പറയുമ്പോൾ ഒരു പേടി പൊതുവേ ഉള്ള കാലമായിരുന്നു അന്ന്. അപ്പോൾ അത് കേട്ടപ്പോഴേക്കും മുഖം മാറി എന്നെ ഇങ്ങനെ നോക്കുന്നു. ഞാൻ വിചാരിച്ചു ഇത് ശരിയാവില്ല, അവിടെ കിടന്നു എന്ന് പറഞ്ഞാൽ ഭാര്യയെ പിടിച്ച് കിടത്തിയിട്ട് ഞാൻ പതുക്കെ എന്ത് ചെയ്തു, ഞാൻ വേറെ പോയി എൻ്റെ സുഹൃത്തുണ്ട് ഒരു അജിത്ത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അജിത്തെ നീ കിടന്നോടാ? ഇല്ല എന്തോ പറ്റി? ഞാൻ പറഞ്ഞു, ഞാൻ വിളിച്ചതേ നാളെ രാവിലെ നീ എന്നോട് പറഞ്ഞ പോലെ തന്നെ ഞാൻ ഒരു വൈറ്റ് ജുബയും വൈറ്റ് മുണ്ടും നീ അമ്പലത്തിലോട്ട് പോവാ, നീയാണ് നാളെ പാർവതിയെ കെട്ടാൻ പോകുന്നത്. അങ്ങനെ ഈ അജിത്ത് രാവിലെ വന്ന് എന്നെ രക്ഷിച്ചു പുള്ളിയാണ് റോൾ ചെയ്തിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ കാണുന്നില്ലേ, പുള്ളി ഇങ്ങനെ മസിലൊക്കെ പിടിച്ച് നടക്കുന്നത്. അന്ന് പുള്ളി ഭയങ്കര കട്ട ബോഡിയൊക്കെ ആയിട്ടുള്ള ഒരു ഫ്രണ്ടാണ്, ഇന്ന് എൻ്റെ സുഹൃത്താണ്. അജിത്തിനെ കാണുമ്പോൾ എപ്പോഴും ഈ തമാശകൾ. അന്ന് ഒഴിഞ്ഞുപോയ റോള് പിന്നീട് വേറൊരു രൂപത്തിൽ അല്ല, ഞാൻ അഭിനയം എന്നൊരു സാധനം എനിക്ക് അത്രയും വണങ്ങുന്ന ഒരു സംഭവം അല്ലാന്ന് വിശ്വസിച്ചിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ പിന്നീട് ദൈവം നമുക്ക് വിധി തന്നത്, നീ പ്രൊഡക്ഷനൊക്കെ നിർത്തിയിട്ട് ഈ നേരെ ഇതിലോട്ട് കടന്നു എന്ന് പറഞ്ഞ് ഒരു 9 സിനിമ നിർമ്മിച്ചിട്ട് 16 സിനിമ വിതരണം ചെയ്ത് ഒറ്റ സിനിമയിൽ പോയി ഞാൻ അഭിനയിച്ചിട്ടില്ല. പിന്നീടാണ് 2000 സിനിമകളിലൊന്നും അഭിനയിച്ചിട്ടില്ല. 2003 കഴിഞ്ഞപ്പോഴാണ് KK രാജീവ് എന്നെ വിളിക്കുന്നതും സീരിയലിൽ അഭിനയിപ്പിക്കുന്നതും. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ തലവര മാറുക എന്നൊക്കെ പറയും, പിന്നെ ഒരു നടനായിട്ട് അങ്ങ് മാറി. ഇപ്പോൾ ഒട്ടുമുക്കാലും ആൾക്കാർ എന്നെ കാണുന്നത് ആ സീരിയൽ നടൻ, അല്ലെങ്കിൽ ഇപ്പോഴും ഈ ശരിക്കും പറയാം പല ഇന്റർവ്യൂവിലും വരുമ്പോഴാണ് ഇയാൾ കിരീടത്തിന്റെ പ്രൊഡ്യൂസറാണോ? ഞാനെന്നറിയാം ഇതിനകത്ത് വരുന്ന ഏറ്റവും വലിയ ദോഷം എന്ന് പറയുന്നത് കിരീടം ഉണ്ണി എന്ന് അദ്ദേഹം അറിയപ്പെടുന്നു. ഞാൻ ചോദിക്കാൻ വന്നതാണ്, കിരീടം എടുത്തപ്പോ കിരീടം ഉണ്ണിയായി, നമ്മുടെ പാലം പോലും കിരീടം പാലമായി. എന്തുകൊണ്ട് കിരീടം ദിനേശ് കുമാർ ആയില്ല? ദിനേശ് പണിക്കർ അതിന്റെ കാര്യം കൂടെ പറഞ്ഞുതരാം. ഈ ഉണ്ണി എന്ന് പറയുന്നത് ഇഷ്ടം പോലെ ഉണ്ണിമാരെ പരിചയമുണ്ടാകുന്നൊക്കെ ഒരേ സമയത്ത് തന്നെ 10 ഉണ്ണിമാർ. കാരണം ഉണ്ണി എന്ന് പറയുന്നത് മിക്കവാറും എല്ലാവരുടെയും ഒരു വീട്ടിൽ വിളിക്കുന്ന പെറ്റ് നെയിം ആണ്. ഇയാളുടെ പേര് തന്നെ കൃഷ്ണകുമാർ എന്നാണ്. ശരിക്കും പറഞ്ഞാൽ പെറ്റ് നെയിമാണ് ഉണ്ണി. അപ്പം ഞാൻ ഉണ്ണിയെ കണ്ടെന്ന് പറഞ്ഞാൽ ആദ്യം ഒന്ന് ഏത് ഉണ്ണി എന്നറിയാതെ ചോദിച്ചു പോകും. പക്ഷെ അത് ഞാൻ ദിനേശ് പണിക്കരെ കണ്ടു പറയും, ഒരു ദിനേശ് പണിക്കരേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കിരീടം ദിനേശ് പണിക്കർ എന്ന് പറയേണ്ടി വന്നില്ല. പുള്ളിക്കാണെങ്കിൽ ഞാൻ ഉണ്ണി, ഏത് ഉണ്ണി, ഞാൻ കിരീടം പിടിച്ചു ഉണ്ണി എന്ന് പറഞ്ഞു വന്നാൽ പുള്ളി കിരീടം ഉണ്ണി. അത് ഞാൻ ഒരിക്കലും അതിനോട് ഒരു എതിര് പറയുകയോ അല്ലെങ്കിൽ അതിന് ഒരു മോശമായിട്ട് പറയുകയോ ചെയ്തില്ല. കാരണം അത് പുള്ളിയുടെ
നിയോഗമാണ്, പുള്ളി അങ്ങനെ ആയി. ഒരു പാലത്തിന് പോലും കിരീടം പാലമായി. അപ്പോൾ അതൊക്കെ പുള്ളിയുടെ ഒരു ഭാഗ്യം അല്ലെങ്കിൽ തലയിലെഴുത്ത്. അതെ. മറ്റേ നമ്മൾ ചർച്ച ചെയ്യാതെ പോയ ഒരു കാര്യം ഇതിൻ്റെ ഗാനങ്ങളെക്കുറിച്ചാണ്. അതെ. ഏറ്റവും മനോഹരമായ ഗാനം കൈതപ്പുറം സാറിൻ്റെ വരികൾക്ക് ജോൺ ചേട്ടൻ്റെ സംഗീതം. ഇപ്പോൾ ശരിക്കും ഞാൻ പറയും, ഈ ലോഹി സാറ് 2.5 മണിക്കൂർ എഴുതിയ സ്ക്രിപ്റ്റ് കൈതപ്പുറം സാർ ഒരു ഒറ്റ വരിയിൽ എഴുതിയിട്ടുണ്ട്. 1000 കൈനീട്ടി നിന്നു സൂര്യ താപമായി താതന്റെ ശോകം. അതാണ് ആ സിനിമ. ആ 2 വരിയിൽ ആ സിനിമ മൊത്തം ഉണ്ട് അല്ലേ? അതെ അതെ. അപ്പം അത്രയും ലെജൻസിനെ അങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. അപ്പം ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുമ്പോൾ ഒരു മാജിക്ക് തന്നെ അവിടെ വർക്കൗട്ട് ആയിരിക്കും. അതിൽ വേറെ ഒരു പലർക്കും അറിയാത്തൊരു കാര്യം കൂടെ ഞാൻ പറയാം. അതായത് ഇതിനകത്ത് 2 പാട്ടിന് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഒന്ന് ഈ പറയുന്ന നമ്മുടെ ഈ പാത്തോസ് സോങ്, കാരണം എല്ലാം നഷ്ടപ്പെട്ട് അവർ കല്യാണം കഴിച്ചു പോകുന്നു, മോഹൻലാലെ ഒരു വിഷമത്തോടെ നോക്കി നിൽക്കുന്നു. അവിടെയാണ് നമ്മുടെ ഈ ഇത് ശരിക്കും ഒരു പാട്ടിലെ ഒരു ലോങ് ഷോട്ട് ബോറിംഗ് ഇല്ലാതെ എടുത്തിട്ടുണ്ടോ എന്നുള്ളതും കൂടെയാണ്. ലാലേട്ടൻ നടന്ന അങ്ങറ്റം വരെ പോകുന്ന ഒറ്റ ഷോട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇന്നാണെങ്കിൽ അത് ലാഗ് എന്നൊക്കെ പറയും. അതെ അതെ അതെ. ഇത് എന്ത് ഷോട്ട് എടുത്ത് വെച്ചിരിക്കുന്നു വയ്ക്കും. അത് സിബി അലയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ശ്രീനാഥുമായിട്ടുള്ള ഒരു സീനിനകത്ത് ശ്രീനാഥ് ഇങ്ങനെ ഇത് എന്താണ് തുണി അലക്കിക്കൊണ്ട് പിഴിഞ്ഞിട്ട് എന്തോ ചോദിക്കുമ്പോഴേക്കും അതിനുശേഷം പുള്ളി ലാല് തല ഇങ്ങനെ താഴോട്ട് വെച്ച് കിടക്കുക, ക്യാമറ ഇപ്പുറത്ത് ഇവിടെ മോളിൽ നിന്നാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെയൊന്നും സാറിന് ആരും ക്യാമറ വെക്കാറില്ല. സിബി അത് വളരെ വ്യത്യസ്തമായി, വളരെ നമുക്ക് കാണുമ്പോൾ തന്നെ കൗതുകം. ശരിക്കും നമ്മൾ ഈ പറയുന്ന ലാലേട്ടന്റെ തോള് ചരിഞ്ഞുള്ള ഒരു ഐക്കോണിക് നടത്തമുണ്ടല്ലോ, അതായത് നന്നായിട്ട് വന്നിട്ടുള്ളത് ഈ സിനിമയിലാണ്. ശരിക്കും അറിയുന്നുണ്ട്, അറിയാൻ പറ്റുന്നത്. ഞാൻ പറയാൻ വന്ന ഈ പാട്ടിനെ പറ്റിയായിരുന്നു. അപ്പോൾ പാട്ട്, ആ ഒരു പാട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, പാട്ട് ഹിറ്റായി. ഇനി ഇതിൻ്റെ പുറകെ അറിയാത്ത ഒരു കഥ കൂടിയുണ്ട്. ഈ പാട്ടിന് മുമ്പായിട്ട് തന്നെ ഇവരുടെ പ്രേമം കാണിക്കുന്നുണ്ടല്ലോ. ഈ കുടുംബത്തിൽ തന്നെ അവരെ ഒരുമിച്ച് കെട്ടിക്കണം എന്ന് പറഞ്ഞ് വിശ്വസിച്ച് അവരെല്ലാം പ്ലാൻ ചെയ്ത് നിൽക്കുന്ന സമയത്ത് തന്നെ അവിടെ ഒരു നല്ലൊരു മെലഡി പാട്ടാകാം എന്നൊരു സിറ്റുവേഷൻ കൂടി ഉണ്ടായി. ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് പറഞ്ഞത് MG ശ്രീകുമാർ ഈ അടുത്തൊരു ഏതോ ഒരു ചാനലിൽ കൊടുത്തൊരു ഇന്റർവ്യൂവിൽ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാര്യം സ്റ്റുഡിയോയിൽ ജോൺ ചേട്ടൻ വിളിച്ച് ഞാൻ ചെല്ലുമ്പോൾ 2 പാട്ടുണ്ട്. ഒരു പാട്ട് ഇങ്ങനെ ട്രാക്കൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ്. കേട്ടപ്പോൾ നല്ല ഗംഭീര പാട്ട്. അങ്ങനെയല്ല പുള്ളി പറഞ്ഞതെന്ന് അറിയാമോ? ഞാൻ സ്റ്റുഡിയോയിലോട്ട് കയറി ചെന്നപ്പോൾ തന്നെ അവിടെ ഒരു ശബ്ദത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഈ പാട്ട് കൊള്ളാമല്ലോ. നോക്കിയപ്പോൾ ചോദിച്ചോ, പറഞ്ഞു ഇത് കിരീടത്തിലെ എനിക്കിത് മതി നീ പാടുന്ന മറ്റേ പാട്ടാണെന്ന് പറഞ്ഞു. അവസാനം പുള്ളി വിഷമത്തോടെയാണ് അത് പാടിയത്. ആ വിഷമം കറക്റ്റായിട്ട് അതിൽ വന്നു എന്നുള്ളതാണ്. മറ്റത് പാടിയത് എൻ്റെ ഏറ്റവും അടുത്ത എൻ്റെ കൂടെ 2ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ പഠിച്ച ബാലഗോപാലൻ തമ്പിയാണ്. അപ്പോൾ തമ്പി എൻ്റെ കൂടെ, എൻ്റെ മനസ്സിലുണ്ട്, ഞാൻ സിനിമ എടുക്കുമ്പോൾ തമ്പി ഒരു പാട്ട് പാടിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ ഒരു മനസ്സിലുണ്ട്, മലയോഗത്തിലൊക്കെ പാടിയിട്ടുണ്ടല്ലോ. ഉണ്ട്, മലയോഗം ഇത് കഴിഞ്ഞിട്ട് പുള്ളി പാടിയത്. കാരണം എൻ്റെ ഈ പടം കഴിഞ്ഞപ്പോഴാണ് ഒരു കുറ്റബോധം കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഉണ്ണിയും കൂടി പുള്ളിക്ക് ഒരു ഇത് കൊടുത്തു. ഞാൻ ചെപ്പുകളിട്ട് ഞങ്ങൾ ആദ്യം അന്ന് പടം എടുത്തപ്പോൾ അതിനകത്തും പുള്ളി നല്ലൊരു പാട്ട് പാടി. പക്ഷേ പുള്ളിക്ക് അങ്ങോട്ട് തെളിയാൻ പറ്റും. ഈ പാട്ടിപ്പോൾ എവിടെ ഉണ്ട്? ആ പാട്ട് മറ്റേ ഓഡിയോ കാസറ്റിൽ കിടപ്പുണ്ട്. ഓഡിയോയിലുണ്ടല്ലേ? അതുണ്ട്. നല്ല പാട്ടായിരുന്നു കേട്ടോ, നല്ല പാട്ടായിരുന്നു. അതുകൊണ്ടാണ് ശ്രീകുട്ടൻ ആ പാട്ട് വേണമെന്ന് പറഞ്ഞത്. പക്ഷേ പടത്തിൽ വരാനുള്ള ഒരു യോഗം ആ പാട്ടിന് വന്നില്ല. ആ പാട്ട് വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ തമ്പി ഇന്ന് വേറൊരു നിലയിലെത്തിയാണ്. അതൊക്കെ ഓരോരുത്തരെ സിനിമ എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. ഞാനിതേപോലെ തന്നെ വളരെ പ്രതീക്ഷയോടെ അഭിനയിച്ച ഒരു സിനിമയാണ് മോഹൻലാലിൻ്റെ സിനിമ ബിഗ് ബ്രദർ. ബിഗ് ബ്രദറിനെ എൻ്റെ വേഷം എന്ന് പറയുന്നത് മോഹൻലാലിൻ്റെ അച്ഛൻ്റെ വേഷമാണ്. ഞാൻ ആ സെറ്റിൽ 10-30 ദിവസം ഞാൻ ആ സെറ്റിലുണ്ടായിരുന്നു. മെയിൻ വേഷമാണ്. അപ്പോൾ അത്രയും നല്ലൊരു വേഷം ചെയ്യാൻ കിട്ടിയപ്പോൾ മനസ്സിനകത്തൊരു സന്തോഷവും അഹങ്കാരവും ഇല്ല കേട്ടോ, എന്നാലും ചെറിയൊരു മനസ്സിന് നമുക്ക് തോന്നുന്നു വരുമല്ലോ, നമുക്കൊരു നല്ലൊരു വേഷം ചെയ്തു എന്നൊരു സന്തോഷം. ആ ഒരു സന്തോഷത്തിൽ നിൽക്കുമ്പോൾ ഈ സിനിമ റിലീസാകുമ്പോൾ 8 നിലയിലല്ല 12 നിലയിലെ പടം പൊട്ടിക്കഴിഞ്ഞപ്പോൾ എൻ്റെ വേഷം ശ്രദ്ധിക്കാതെ പോയി. ഫേറ്റ് എന്ന് പറയുന്നത് അന്ന് ആ വേഷം ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് അച്ഛൻ വേഷങ്ങൾ കുറെ കിട്ടിയേനെ. സാറൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സാധനമാണ്. അതെ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ പാർട്ടിലേക്ക് എത്തുമ്പോൾ, കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ഒരു പ്രിവ്യൂ ഷോ നമ്മൾ കൊച്ചിയിൽ നടത്തിയിരുന്നു അല്ലേ? ലാലേട്ടൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തിരുന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ വളരെയധികം ഇമോഷണലായിട്ടാണ് കണ്ടത്. ശരിക്കും മോഹൻലാൽ താൻ അഭിനയിച്ച് പ്രതിഫലിപ്പിച്ച ഒരു കഥാപാത്രം സ്വയം കണ്ട് അദ്ദേഹത്തിന് സങ്കടം വന്നു എന്നാണോ അല്ലേ? അദ്ദേഹം കുറെ, താങ്കളാണ് പറഞ്ഞത്, കുറെ സമയം അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് ക്ലൈമാക്സ് കഴിഞ്ഞ് എല്ലാവരോടും വലിയ കയ്യടിയായിരുന്നു. ആ കയ്യടി കഴിഞ്ഞ് എല്ലാവരെയും അവിടെ നിന്ന് ഒരു ആങ്കർ അനൗൺസ് ചെയ്തു, എല്ലാവരും താഴോട്ട് വരുന്നതായിരിക്കും എന്ന് പറഞ്ഞു. ലാൽ അവിടെ കുറച്ചേരെ ഇരുന്ന് ഒന്ന് നോർമൽസിയിലോട്ട് വന്നതിന് ശേഷമാണ് ലാൽ എഴുന്നേറ്റത്.
കാരണം ആ ക്ലൈമാക്സ് എനിക്കൊന്ന് ലാല് ചിലപ്പോൾ 37 വർഷത്തിന് ശേഷമായിരിക്കും ഈ പടം കാണുന്നത് തന്നെ. നമ്മളിത് ടി വി കാണുന്നത് പോലെ അല്ലല്ലോ അല്ല, ബിഗ് TV സ്ക്രീൻ യിൽ ഇമോഷൻ എന്ന് ലാലിന് പറയുന്നത്. സമയമില്ലല്ലോ. അതല്ല, ആ. ടി വി സ്ക്രീനിൽ കാണുന്നതിനേക്കാളും ഒരു ബിഗ് സ്ക്രീൻ ഇമോഷൻ എന്ന് പറയുന്നത് Big വേറൊരു screen ഇത് സൗണ്ടും നമ്മളിപ്പോൾ ഹൈലൈറ്റ് ചെയ്യുന്ന അത് 2 4K. കാര്യങ്ങളുണ്ട്. ഒന്ന് 4K, അപ്പോൾ ആ. ക്ലാരിറ്റി കൂടുതലാണ്. സൗണ്ട് റിസ്റ്റോറേഷൻ. സൗണ്ട് റെസ്റ്റോറേഷൻ വന്നിരിക്കുന്നത് ഇത് ഡോൾബി അറ്റ്മോസ്ഫിയറിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ വരുമ്പോഴേക്കും അത് ഭയങ്കര ഫീലാണത്. അപ്പോൾ ആ ഫീലിൽ ലാൽ അങ്ങ് ലയിച്ചു പോയി, ലാൽ കരഞ്ഞു പോയി എന്നുള്ളതാണ്. അപ്പോൾ ലാലിൻ്റെ മനസ്സിനകത്തുണ്ടായിരുന്നു. പക്ഷേ ആ കണ്ണീര് വന്നപ്പോഴാണെന്നറിയാം താഴെ വന്ന് എല്ലാവരുടെ മുമ്പിൽ ഫേസ് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ലാൽ തന്നെ അറിയാതെ ഇങ്ങനെ കണ്ണ് ഒപ്പിപ്പോയി. കാരണം അദ്ദേഹം പറഞ്ഞു ഞാൻ ഇമോഷണലായി, സെൻറ്റിമെൻ്റലാണ് എന്ന് പറഞ്ഞു. അത് അപ്പോൾ അദ്ദേഹത്തിന് അത്രയും ഫീൽ ചെയ്യുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത് എല്ലാവർക്കും ഇന്ന് ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന, കണ്ടവർക്ക് തന്നെ വീണ്ടും വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും തന്നെ വലിയൊരു അസുലഭ മുഹൂർത്തമായിട്ടാണ് കിരീടം വീണ്ടും വന്നിരിക്കുന്നത്. ഈ മറ്റിപ്പം ലാലേട്ടൻ തന്നെ കുറേ സിനിമകൾ ഇതുപോലെ 4K രണ്ടാമത് റിലീസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ കിരീടം പോലൊരു സിനിമ വരുമ്പോൾ അതിലൊരു സാമ്പത്തിക വിജയം എത്ര ഉണ്ടെന്ന് വല്ലതും നോക്കിയിട്ടുണ്ടോ? അതോ ഇത് പുതിയ തലമുറ കാണുക? ഞാൻ പറഞ്ഞല്ലേ, കിരീടം നമ്മൾ അന്നെടുത്തപ്പോഴും ഇതൊരു വൻ വിജയമായിരിക്കുന്ന അന്നൊരു പ്രതീക്ഷയില്ലായിരുന്നു. എന്ന് പറയുന്നത് പോലെ ഇപ്പോഴും 37 വർഷത്തിന് ശേഷം ഇത് ഇങ്ങനെ റിലീസ് ചെയ്യുമ്പോഴും ഇതിൻ്റെ ഒരു റിസ്ക് എലിമെൻ്റ് ഇപ്പോഴും കിടപ്പുണ്ട്. കാരണം ഇത് ഒരു ഛോട്ടാ മുംബൈയോ അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ വന്ന മറ്റേ ദേവദൂതൻ പോലെയോ അതുപോലൊരു കമേഴ്ഷ്യൽ എലിമെൻറ്റിൽ കുറച്ച് ലാക്കിംഗ് ആയിട്ടുള്ളൊരു മൂവിയാണ്. ഇത് കൂടുതലും ബന്ധങ്ങളും സെന്റിമെന്റ്സും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു പടമാണ്. അല്ല, അവിടെയാണ് താങ്കൾ പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഈ ബന്ധങ്ങളുടെ ആഴം ഒന്നുകൂടി വ്യക്തമാക്കുന്ന രീതിയിൽ സിനിമയാണല്ലോ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന മാധ്യമം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സിനിമ ഒരുപാട് ജൻസി പിള്ളേരിലേക്ക് സ്വാധീനിക്കേണ്ടതാണ്. കാണും. അതിൻ്റെ തെളിവാണ് ഇന്ന് പടം റിലീസ് ചെയ്തതിന് ശേഷം എല്ലായിടത്തും ഗംഭീര റിപ്പോർട്ടാണ് വരുന്നത്. വന്നവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ട് കാണുന്ന കുറേ പേരുണ്ട്. കാരണം അവർ നോക്കി സീൻസ് മാത്രം കണ്ടു പോകുന്ന പുതിയ പിള്ളേരുണ്ട്. അവർക്കൊക്കെ ഇപ്പോൾ ഈ ഒരു പടത്തിൻ്റെ ആഴം എന്താണ് ഈ പടത്തിനകത്ത് ഇത്രയും വലിയ ഹിറ്റാക്കിയത് വർഷങ്ങൾക്ക് മുമ്പ് എന്നവർക്ക് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട്. മോഹൻലാലിൻ്റെ അഭിനയം ഇതൊരു പഠിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണ്. ലോഹിയുടെ എഴുത്ത് പഠിക്കേണ്ടത് തന്നെയാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ സിബി മലയിലിൻ്റെ ഡയറക്ഷൻ, തിലകൻ ചേട്ടൻ്റെ അഭിനയം. അതിന് നോക്കുകയാണെങ്കിൽ ഈവൻ ശ്രീകുട്ടൻ്റെ ആ പാട്ട് അത്ര ഇമോഷണൽ പറഞ്ഞത്. ഇനി കിരീടം പോലൊരു സിനിമ ഇനി ഇല്ല എന്നുള്ളത് ഇല്ല, കറക്റ്റാണ്. സ്റ്റേറ്റ്മെന്റിൽ എല്ലാം ഉണ്ട്. ഞാൻ 9 സിനിമ നിർമ്മിച്ചെങ്കിലും അതിനകത്ത് ആദ്യത്തെ സിനിമ കഴിഞ്ഞ് ഓരോ പടം എടുക്കുമ്പോഴും എന്നോട് ചോദിക്കും, കിരീടം പോലെ സിനിമ എടുത്തുകൂടി? എല്ലാവർക്കും വേണ്ടത് കിരീടം പോലൊരു സിനിമയാണ്. അത് നടക്കില്ലല്ലോ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു സ്ഥിരം വാചകമുണ്ട്, കിരീടം ഈസ് എന്താ ഒരു വിധി നമ്മൾ ഹിറ്റാക്കിയൊരു പടം. ഇറ്റ് ഹാപ്പൻസ് ഓൺലി വൺസ് ഇൻ എ വൈൽ. നമുക്ക് ഇന്നും ഒരു കിരീടം പോലെ സിനിമ എടുക്കാൻ പറ്റില്ല. ഇത് ശരിക്കും പറഞ്ഞ ഒരു ഭാഗ്യം എന്നുള്ള വാക്ക്. ഇപ്പൊ ഈ മറ്റേ വർണ്ണം സിനിമയുടെയും ചാണക്കിന്റെ ഇടയിൽപ്പെട്ട് തിലകൻ സാർ ഇതിൽ നിന്ന് മാറിയെങ്കിൽ തീർന്നു ഈ സിനിമ. അത്രേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ചിത്രം ഇനി ചിലപ്പോൾ എനിക്ക് എടുക്കാൻ സാധിച്ചെന്ന് വരില്ല. കിരീടം തന്നെയാണ്. ഇറ്റ് ഈസ് ക്ലാസ് എപ്പാർട്ട്. അത് ഇന്നത്തെ ജനറേഷൻ ഈ പടം കാണണം. അവർക്ക് വേണ്ടിയാണ് സത്യം പറഞ്ഞാൽ ഈ സിനിമ തിയേറ്ററിൽ എത്തിച്ചിരിക്കുന്നത്. കൂടാതെ അത് കണ്ട് ആസ്വദിച്ച്, ഞാൻ പറഞ്ഞില്ല, ഇന്നലെ മിനിസ്റ്റർ ലിജു അദ്ദേഹം വന്നിരുന്നു ഒരു ഫംഗ്ഷന്. വന്നപ്പോൾ അദ്ദേഹം വാദോരാതെ സംസാരിക്കായിരുന്നു. ഞാനിത് കണ്ടതാണ്, ഇനി ഞാൻ തിയേറ്ററിൽ പോയി കാണും. മാത്രമല്ല തിയേറ്ററിൽ നമ്മൾ ഒരു സിനിമ എങ്ങനെ കാണുന്നു ആ പ്രതീതി ഉണ്ടാക്കുന്ന രീതിയിൽ അതിന് തുടക്കം മുതൽ അവസാനം വരെ ആ കഥ വർണ്ണിച്ചു എന്നുള്ളതാണ്. അപ്പം അത്രയും സ്പഷ്ടമായിട്ട് സിനിമ എല്ലാവരുടെയും മനസ്സിൽ കിടപ്പുണ്ട്. ഏതായാലും ഈ ഒരു റീ റിലീസിങ് വേളയിൽ തത്വമയിയുടെ സ്റ്റുഡിയോയിലെത്തി. തത്വമയി കുടുംബത്തിലെ ഒരു അംഗമാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി. സിനിമ വീണ്ടും വലിയ വിജയമാകട്ടെ. ഇതുപോലെ കിരീടം, ഈ പറഞ്ഞതുപോലെ തന്നെ കിരീടം അല്ലെങ്കിൽ അതിനെക്കാലൊന്നും ഞാൻ പറയുന്നില്ല, അതുപോലുള്ള നല്ല സിനിമകൾ ഇനിയും പ്രൊഡ്യൂസ് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ, അഭിനയിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ. താങ്ക് യു വെരി മച്ച്. നമസ്തേ.